വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പോൾ നമ്മുടെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ്. ഓക്കെ, നമുക്ക് എക്സാമിന് 4 മാർക്കിനും 5 മാർക്കിനൊക്കെ മെയിൻ ആയിട്ട് വരുന്നത് ഡെറിവേഷൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഈ 4 മാർക്കും 5 മാർക്കും കറക്റ്റ് ആയിട്ട് ഡെറിവേഷൻ വന്നാൽ നല്ല രീതിയിൽ എഴുതാൻ പറ്റാന് നിങ്ങൾക്ക് ഈ സെഷൻ എന്തായാലും ഹെൽപ്പ് ആവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് എക്സാമിന് ഒരു ഡെറിവേഷൻ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ലേറ്റ് ആക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഏതാണ് ചാപ്റ്റർ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഡിഫൈൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത് വന്നിട്ടുള്ളത് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറയണം. എന്താണ് പൊട്ടൻഷ്യൽ, എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചാർജ് അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളെ കയ്യിൽ ഒരു ചാർജ് ഉണ്ടെങ്കിൽ, ചാർജ് പ്ലസ് ക്യൂ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ഫിഗർ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്. ഓക്കെ, ചാർജ് ഒരു പ്ലസ് ക്യൂ ചാർജ് ആണെന്ന് വിചാരിച്ചോ. ഈ പ്ലസ് ക്യൂ ചാർജ് എന്തുണ്ടായിരിക്കും, ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ക്യൂ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ഡയറക്ഷനിലും നെഗറ്റീവ് ചാർജിന്റേത് ഇൻവേർഡ് ഡയറക്ഷനിലാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, ഒരു പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യും. ഇൻ കേസ് നമ്മൾ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ നിന്നും എന്ത് ചെയ്യാണ്, ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ നിന്നും ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് എന്ത് ചെയ്യാണ്, കൊണ്ടുവരികയാണ്. ഓക്കെ, ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ ഫോർ എക്സാമ്പിൾ ഓൾറെഡി ഒരു ചാർജ് കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിലേക്ക് നമ്മൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരുന്ന സമയത്ത് ചുമ്മാ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിലേക്ക് ഈ ചാർജിനെ അങ്ങോട്ട് വെക്കാൻ പറ്റുമോ, ഇല്ല. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, ഈ ഒരു പോസിറ്റീവ് ചാർജിനായിട്ട് ഇന്ററാക്ട് ചെയ്യും അല്ലെ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിൽ നോക്കുന്ന സമയത്ത് ഇതും പോസിറ്റീവ് ചാർജ് ആണ്, ഇതും പോസിറ്റീവ് ചാർജ് ആണ്. ഈ രണ്ട് പോസിറ്റീവ് ചാർജസ് അടുത്തടുത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും, റിപ്പൾഷൻ വരും അല്ലെ. രണ്ട് പോസിറ്റീവ് ചാർജസ് റിപ്പൽ ചെയ്യും. ഈ റിപ്പൾഷൻ ഇവിടെ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഈ ചുമ്മാ ഈ ഒരു പോസിറ്റീവ് ചാർജിനെ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു വർക്ക് ചെയ്യണം. ഈ വർക്കാണ് ഇവിടെ എന്താകുന്നത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഒരു ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ നിന്നും ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അവിടെ ചെയ്യേണ്ട വർക്കിനെയാണ് എന്തെന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ വർക്കാണ് എന്ത് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ പഠിച്ചോ. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points is defined as the work done to bring a unit positive charge from one point to another, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇൻഫൈനൈറ്റ് പോയിന്റിൽ നിന്ന് വേറെ ആ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിലുള്ള ഒരു പോയിന്റിലേക്ക്. ഇനിയിപ്പോ നമ്മൾ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള, അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്യാണ്. ഇത് P1 എന്ന് പറയുന്ന ഒരു പോയിന്റും ഇത് P2 എന്ന് പറയുന്ന ഒരു പോയിന്റും. ഇത് ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട വർക്ക്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ ആണ് എന്തെന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. അല്ലെങ്കിൽ നമുക്ക് അതിനെ ജനറലി എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫൈനൈറ്റ് ടു എ പോയിന്റ് ഓൺ ദ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിന്റിലേക്ക് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ നിന്നും ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ബ്രിങ് ചെയ്യാനുള്ള വർക്ക് ഡൺ ആണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മളോട് അടുത്ത ചോദിച്ചിട്ടുള്ള എന്താണ്, ഡെറിവേഷൻ ആണ് അല്ലെ. എന്തിന് ഡെറിവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് കാരണം, അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫിഗർ കണ്ടോ, ഈ ഒരു പോയിന്റ് ചാർജ് എന്തുണ്ടായിരിക്കും, എന്തായാലും ഒരു
ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഈ പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഓരോന്നായിട്ട് എന്തൊക്കെയാണ് ഫിഗറിൽ ഉള്ളതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഇവിടെ നോക്കിയേ, നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ഒരു പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. Q എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ Q എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ് ഫസ്റ്റ് ഉണ്ട്. Q ആണ് പോയിന്റ് ചാർജ്. ഓക്കെ, നമ്മൾ ഏത് ഡിസ്റ്റൻസ് ഇവിടെ P എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു ചാർജിൽ നിന്നും P എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസ്, ആ പോയിന്റ് ചാർജിൽ നിന്നും P എന്ന് പറയുന്ന പോയിന്റിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, R ആണ്. ഓക്കെ, സ്മോൾ ലെറ്റർ R. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അസംഷൻ എടുക്കുന്നു. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ നിന്നും എന്ത് ചെയ്യാണ്, ഇവിടേക്ക് ബ്രിങ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ അസംഷൻ. ഓക്കെ, ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് എന്നാണ് വരുന്നത്. അപ്പോ ഈ ഒരു ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് നിന്നും പോയിന്റ് Pയിലേക്ക് ഈ ഒരു ചാർജ് കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ ആണല്ലോ പൊട്ടൻഷ്യൽ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഒരു ടോട്ടൽ വർക്ക് ഡൺ അല്ല കാണുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് ഇതായത് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് നിന്ന് ഈ Pയിലേക്ക് വരാനുള്ള ടോട്ടൽ വർക്ക് ഡൺ ഒറ്റ രീതിയിലല്ല കാണുന്നത്. അത് നമ്മൾ ടോട്ടൽ ആയിട്ട് അത് എങ്ങനെയാണെന്നല്ല കാണുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ ഒരുപാട് എലമെന്റൽ ഡിസ്റ്റൻസ് ആയിട്ട് മാറ്റണം. അതായത് ഒരുപാട് ചെറിയ ചെറിയ ഡിസ്റ്റൻസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കട്ട് ചെയ്യാണ്. ഇനി ചെറിയ ചെറിയ ഡിസ്റ്റൻസ് ആക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഭയങ്കര ചെറിയൊരു ഡിസ്റ്റൻസ് എടുത്തു. ആ ഒരു ഡിസ്റ്റൻസ് DR ആണെന്ന് വെച്ചോ. അപ്പൊ ഈ DR എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈ ഒരു പോസിറ്റീവ് ചാർജിന് മൂവ് ചെയ്യാൻ എത്ര വർക്ക് ഡൺ എടുക്കുമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, നമ്മൾ ഒറ്റയടിക്ക് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ നിന്നും P എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരാനുള്ള വർക്ക് ഡൺ അല്ല കാണുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസിന് നമ്മൾ ഒരുപാട് എലമെന്റൽ ഡിസ്റ്റൻസസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. അതിലൊരു സ്മോൾ ഡിസ്റ്റൻസ് ഈ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് മൂവ് ചെയ്യാനുള്ള വർക്ക് ഡൺ എന്താന്ന് കാണുന്നു. അത് കഴിഞ്ഞിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാട്ടോ. അപ്പൊ നമ്മൾ എന്താണ് ഫസ്റ്റ് കാണുന്നത്, ഓക്കെ, ഞാൻ പുതിയൊരു പേജ് എടുത്തിട്ട് ഇതാണ് നമ്മളെ ഫിഗർ അല്ലെ. ഇനി നോക്കിക്കോ, നമ്മളിപ്പോ ഒരു ചെറിയ എലമെന്റൽ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നു. ആ എലമെന്റൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, DR എന്ന് പറയുന്ന ഒരു എലമെന്റൽ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നു. ഈ DR ഡിസ്റ്റൻസിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യാൻ എത്രയാണ് നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, കൺസിഡർ എ സ്മോൾ ഡിസ്റ്റൻസ് DR and calculate the work done to move the +1 charge through this. ഓക്കെ, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെന്തായിരിക്കും, സ്മോൾ ഡിസ്റ്റൻസ് മൂവ് ചെയ്യാനുള്ള വർക്ക് ആയതുകൊണ്ട് അത് ചെറിയൊരു വർക്ക് ആയിരിക്കും. അതിനെ നമുക്ക് എന്തെന്ന് റെപ്രസെന്റ് ചെയ്യാം, DW എന്ന് റെപ്രസെന്റ് ചെയ്യാം. DW is equal to വർക്കിന്റെ ഇക്വേഷൻ എന്താണ്, വർക്ക് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു F ഡോട്ട് DR ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ. വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഇനി നോക്കിയേ, ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടുത്തെ ഈ ഫോഴ്സ് എന്തായിരിക്കും ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു +Q ചാർജ് കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലെ. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ഔട്ട്വേർഡ്സ് ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഈ ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അത് നമുക്ക് അറിയാവുന്ന കേസല്ലേ, ഒരു ചാർജ്, ഏതൊരു ചാർജ് അല്ലെങ്കിൽ ഏതൊരു ഇലക്ട്രിക് ഫീൽഡ്, ഏതൊരു ചാർജും ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ മറ്റൊരു ചാർജ് വരുന്ന സമയത്ത് ഈ ഇലക്ട്രിക് ഫീൽഡ് ആ ഒരു ചാർജിൽ, അതായത് ഇപ്പൊ നമ്മളെ കേസിൽ പറയുന്ന സമയത്ത്
+2 ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ +2 ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും അല്ലെ? ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ആണ്. നമുക്കറിയാവുന്ന കേസ് തന്നെയാണ്. അപ്പൊ നമുക്ക് അത് എഴുതാം. അപ്പൊ എന്താണ്? ദ ഇലക്ട്രിക് ഫീൽഡ് produced by Q exerts a force on +1. ഓക്കെ, ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ ആണ്. ഇവിടുത്തെ ക്യൂ എന്താണ്? ക്യൂ ഈക്വൽ ടു +1 ആയതുകൊണ്ട് എഫിന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? വിച്ച് വിൽ ബി ഈക്വൽ ടു ഇ എന്നാകും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 2 ഇത് ഇക്വേഷൻ നമ്പർ 1. അപ്പൊ നമുക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാലോ. ഇത് 1 ആണെങ്കിൽ 2 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും? dw ഈക്വൽ ടു ഇ ഡോട്ട് ഡി ആർ എന്ന് വരും അല്ലെ? അപ്പോ then 1 becomes 1 implies എന്തായിട്ട് മാറും? 1 dw equal to E dot dr എന്നാകും. ഓക്കെ, ഇനി E dot dr എന്താണ്? E dr cos theta ആണ്. ഇനി ഇവിടുത്തെ ആംഗിൾ തീറ്റ എന്താണെന്നൊന്ന് നോക്കിയേ. ഇപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലെ? dr ഇങ്ങനെ തന്നെയാണ്, സെയിം തന്നെയാണ്. ഓക്കെ, dr-ഉം അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഡയറക്ഷൻ സെയിം തന്നെയാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം മറന്നു പോയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കിയാ ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. അതായത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ്സ് ആണ് അല്ലെ? ഇനി നമ്മൾ എങ്ങോട്ടാണ് ഈ ഒരു പോസിറ്റീവ് ചാർജിനെ ബ്രിങ് ചെയ്യുന്നത്? ഈ ഒരു പോയിന്റിലേക്ക്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ? അതായത് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് ടുവാർഡ്സ് റൈറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് ആ ഒരു ചാർജിനെ ബ്രിങ് ചെയ്യുന്നത്? ടുവാർഡ്സ് ലെഫ്റ്റ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഇവിടെ ഒരു മൈനസ് സൈനും കൂടെ വേണം. ഓക്കെ, അത് നമ്മൾ നേരത്തെ മറന്നു പോയിട്ടുണ്ട്. ഇവിടെ ഒരു മൈനസ് സൈനും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷനിൽ ഒരു മൈനസ് സൈനും കൂടെ വരും. ഓക്കെ, എന്തുകൊണ്ടാണ് മൈനസ് സൈൻ വന്നത്? നമ്മളൊരു വർക്ക് ഡൺ ആണ് ചെയ്യുന്നത് അല്ലെ? അതായത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ആ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യുന്നത്. സോ അതെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് വർക്ക് ആണ് ചെയ്യുന്നത്. അവിടെ ഇപ്പൊ എന്ത് വേണം? അതുകൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ എന്താണ്? മാൻഡേറ്ററി ആണ്. അപ്പൊ ആ കേസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. നമ്മൾ കൊണ്ടുവരുന്ന ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ചാർജ് മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ഒരു നെഗറ്റീവ് സൈൻ വേണം. ഇനി ഇതിന്റെ രണ്ടിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിൾ എന്തായിരിക്കും? തീറ്റ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താണ്? ഇലക്ട്രിക് ഫീൽഡും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാർജിനെ മൂവ് ചെയ്യുന്നതും രണ്ടും സെയിം ലൈനിലല്ലേ? സോ തീറ്റ വിൽ ബി ഈക്വൽ ടു 0. അപ്പൊ നമുക്കത് എന്ത് എഴുതാം? തീറ്റയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണ്. സോ കോസ് തീറ്റ എന്താകും? അപ്പോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, കോസ് തീറ്റ 1 ആയി. അപ്പൊ നമുക്ക് dw-നെ എങ്ങനെ എഴുതാം? സോ ഇറ്റ് വിൽ ബി ഇ ഡി ആർ എന്ന് എഴുതാം, മൈനസ് ഇ ഡി ആർ. ഓക്കെ, അപ്പൊ ഇതാണ് സ്മോൾ വർക്ക് ഡൺ. സ്മോൾ വർക്ക് ഡണിന്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതാം. ഓക്കെ, ദെൻ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ടോട്ടൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാലോ. ദെൻ ടോട്ടൽ വർക്ക് ഡൺ which can be represented as W, which will be integral dw. ഇന്റഗ്രൽ dw ആണ്. എവിടെ നിന്ന് എങ്ങോട്ടാണ് നമ്മൾ പോയിന്റിനെ മൂവ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ ഒരു വർക്ക് നമ്മൾ വർക്ക് നടത്തുന്നത് എവിടെ മുതൽ എവിടം വരെയാണ്? ഫ്രം ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ടു ഈ ഒരു P എന്ന് പറയുന്ന പോയിന്റ് വരെ. Pന്റെ പൊസിഷൻ വെക്ടർ എത്രയാണ്? R ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രം ഇൻഫിനിറ്റി ടു R. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാകും? W ഈക്വൽ ടു ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു R മൈനസ് ഇ ഡി ആർ എന്ന് വരും അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നായിട്ട് ചെയ്യാം. W ഈക്വൽ ടു മൈനസിനെ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. ഇൻഫിനിറ്റി ടു R ഇ ഡി ആർ ആയിരുന്നു. ഇയുടെ ഇക്വേഷൻ എന്താടാ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ
നമ്മളെ കുളുംസ് ലോ യൂസ് ചെയ്ത് നമുക്കറിയാലോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ ആയിരിക്കും. ഇവിടുത്തെ Q1 എന്ന് പറയുന്നത് എന്താണ്? Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ ആണ്. Q1 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പോയിന്റ് ചാർജ് പ്ലസ് Q ആണ്. Q2 എന്ന് പറയുന്നത് +1 ആണ്. അപ്പൊ Q1 into Q2 എന്തായിട്ട് മാറും? സോ Q1 into Q2 is equal to ക്യാപിറ്റൽ Q ആയിട്ട് മാറും. അപ്പൊ ഈ ഒരു കേസും നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ഇൻഫിനിറ്റി ടു R 1/4πε0 Q by R square dr എന്ന് വരും. ഓക്കെ, ഇനി 1/4πε0യും ക്യാപിറ്റൽ Q ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ കോമൺ ആയി പുറത്തെടുക്കുന്നു. -Q 1/4πε0 ഇൻഫിനിറ്റി ടു R 1/R² dr. ഓക്കെ, ഇനി 1/R² ഞാൻ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഒന്ന് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് R⁻² എന്ന് എഴുതാലോ. കറക്റ്റ് അല്ലേ? ഓക്കെ, ജസ്റ്റ് അത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. R⁻². അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫൈനലി നമുക്ക് കിട്ടിയത് W work done equal to -Q by 4πε0 ഇൻഫിനിറ്റി ടു R⁻² dr എന്നാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇന്റഗ്രൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. എന്താണ്? സംതിങ് x⁻n dx ന്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് x⁻n+1 ഡിവൈഡഡ് ബൈ n+1. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ R⁻² dr ആണ്. അപ്പൊ ഇറ്റ് വിൽ ബി R⁻² + 1 ഡിവൈഡഡ് ബൈ -1 എന്ന് വരും. R⁻² + 1 -2 + 1 എന്താണ്? -1 അല്ലേ? ഡിവൈഡഡ് ബൈ -1 എന്ന് വരും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -1 R⁻−1 എന്ന് എഴുതിക്കൂടെ? ജസ്റ്റ് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? W equal to -Q by 4πε0. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി നമ്മൾ ഇന്റഗ്രൽ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? -R⁻−1 എന്തൊക്കെയാണ് ലിമിറ്റ്? ഇൻഫിനിറ്റി ടു R. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഈ മൈനസും മൈനസും പ്ലസ് ആയി പോലെ, മൈനസും മൈനസും പ്ലസ് ആകും. അപ്പൊ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. W is equal to Q by 4πε0. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാലോ. ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ R⁻−1നെ 1/R എന്ന് എഴുതുന്നു. ഇത് നിങ്ങൾക്ക് അറിയാൻ തന്നെ ആയിരിക്കും. നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ R⁻−1നെ നമുക്ക് എന്തെന്ന് എഴുതാം? 1/R എന്ന് എഴുതാം അല്ലെ? ഓക്കെ, R⁻−1നെ 1/R എന്ന് ഞാൻ എഴുതി. ലിമിറ്റ് ഇൻഫിനിറ്റി ടു R. ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി? W equal to Q by 4πε0. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അപ്പർ ലിമിറ്റ് എന്താണ്? 1/R. ഇനി ലോവർ ലിമിറ്റ് 1/∞. 1/∞ വാല്യൂ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 1/∞ വാല്യൂ ഈസ് ഈക്വൽ ടു 0 ആണ്. സോ ഇക്വേഷൻ വിൽ ബിക്കം W equal to Q by 4πε0 1/R minus 1/∞ ആയിരുന്നു നമുക്ക് ലാസ്റ്റ് കിട്ടിയത്. 1/∞ is equal to 0 ആണ്. സോ ഇക്വേഷൻ വിൽ ബിക്കം, ഫൈനൽ ഇക്വേഷൻ എന്തായി? 1/4πε0 Q by R. This is the expression for potential due to a unit positive charge. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? W equal to അല്ലെങ്കിൽ ഓക്കെ, ദിസ് വർക്ക് ഡൺ ഈസ്, ഓക്കെ ഞാൻ അതും കൂടെ എഴുതാം. This work is stored as electric potential energy. ഓക്കെ, അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിനെ U എന്ന് എഴുതാം, which will be 1/4πε0 Q divided by R ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് നിങ്ങൾക്ക് ഫൈനൽ എക്സ്പ്രഷൻ. ഓക്കെ,
ഫൈനൽ എക്സ്പ്രഷൻ കിട്ടിയല്ലോ. എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? 1/4πε0 Q ഡിവൈഡഡ് ബൈ R. ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു? 1/4πε0 Q ഡിവൈഡഡ് ബൈ R² ആയിരുന്നു എന്ത്? ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പൊ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ V അല്ലെങ്കിൽ U നമുക്ക് V എന്ന് റെപ്രസെന്റ് ചെയ്യാവേ. കുഴപ്പമില്ല, യു ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ യുവിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 1/4πε0. നേരത്തെ Q/R² ആണെങ്കിൽ ഇവിടെ എന്താണ്? Q/R ആണ് വരുന്നത്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായല്ലോ? അത് സിമ്പിൾ ആണ്, എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ ഓരോരോ പോയിന്റ്സ് ആക്കിയിട്ട് നോക്കി വെക്കട്ടെ, എന്തൊക്കെയാണ് എവിടേക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഒരു നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാവുന്നതാണ്. ഇപ്പൊ എന്താ പറഞ്ഞത്? ഇലക്ട്രിക് ഡൈപോൾ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്നറിയാലോ? എന്താണ് ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാല്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാല് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെ +Q ആൻഡ് -Q ചാർജസ്, അത് ഒരു 2a എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇതിനെയാണ് നമ്മൾ ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഫസ്റ്റത്തെ നിങ്ങളെ ചാപ്റ്ററിൽ നിന്ന് ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണിത്. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു പാരാമീറ്റർ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരുന്നു അല്ലെ? ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ എന്താണ്? ഡൈപോൾ മൊമെന്റ് ഈക്വൽ ടു വൺ ഓഫ് ദ ചാർജസ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതല്ലേ? ഇത് രണ്ടുമാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ഈ ഒരു ഇതേപോലെ ഒരു ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ കാണുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡൈപോൾ കൺസിഡർ ചെയ്യുന്നു. അതിന്റെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ P is equal to Q into 2a ആയിട്ടുള്ള ഒരു ഡൈപോൾ മൊമെന്റ് ആണ് ഒരു ഡൈപോൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഒരു പോയിന്റ് Pയിലെ ഇപ്പൊ എന്താണ് നിങ്ങളെ ഫിഗർ? ഈ ഒരു പോയിന്റ് P എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ മുന്നത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഓർക്കുണ്ടാവും. നമ്മളൊരു നേരത്തെ അതിൽ എന്ത് ചെയ്തിട്ടായിരുന്നു? ഒരു ഡൈപോള്, ഈ ഡൈപോള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫസ്റ്റ് വൺ ആക്സിയൽ ലൈൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് കണ്ടിട്ടുണ്ടായിരുന്നു? പിന്നെ ഇതേപോലെ ഒരു ഡൈപോൾ ആണെങ്കിൽ ഇതിന് ഇക്വറ്റോറിയൽ പോയിന്റിൽ വരുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡും കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ട് കേസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? പക്ഷെ ഇതിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നില്ല, ജനറൽ ആയിട്ട് ചെയ്തിട്ട് നമ്മൾ സ്പെഷ്യൽ കേസ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കിയേ, നമ്മളൊരു ഡൈപോൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ഡൈപോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 2a ഡിസ്റ്റൻസിലാണുള്ളത്. ഇവിടെ P എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാണുന്നത്. P എന്ന് പറയുന്ന പോയിന്റ് ഇതിന്റെ മിഡ് പോയിന്റിൽ നിന്ന് R എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണുള്ളത്. പിന്നെ ഈ +Q ചാർജും അതേപോലെ തന്നെ ആ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് R1 ആണ്. -Q ചാർജും ആ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് R2 ആണ്. ഇത്രയാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ള നമ്മൾ കൺസിഡറേഷൻസ് ഇത്രയാണുള്ളത്. ഇനി ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് ഓൾറെഡി ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പൊ +Q ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ വാല്യൂ നമുക്കറിയാം എന്തായിരിക്കും? 1/4πε0 Q ഡിവൈഡഡ് ബൈ R1 ആയിരിക്കും അല്ലെ? അതേപോലെ -Q ചാർജ് കാരണം ഉണ്ടാകുന്നതോ 1/4πε0 Q ഡിവൈഡഡ് ബൈ -Q ഡിവൈഡഡ് ബൈ R2 ആയിരിക്കും. കാരണം എന്താണ്? നമ്മൾ നേരത്തെ മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾറെഡി ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓരോ പോയിന്റ് ചാർജ് എടുത്താൽ ആ പോയിന്റ് ചാർജ് കണ്ടുവന്നവരുടെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡെറൈവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ ഒരു രണ്ട് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ നമുക്ക് വാല്യൂ അറിയാമെങ്കിൽ ഈ ഒരു ഡൈപോൾ കാരണം ഉണ്ടാകുന്നതിന്റെ വാല്യൂ എന്തായിരിക്കും? ഈ രണ്ട് ചാർജസ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന്റെ സം ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ പറയുന്നത്? പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ is the sum of potential due to
പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ. എന്താ പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ? ആ ഒരു ഡൈപോൾ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പ്ലസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന്റെയും മൈനസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന്റെയും സം ആയിരിക്കും. ഓക്കെ, ദെൻ we have potential due to point charge. പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ നമുക്കറിയാലോ. ഞാൻ ഇതിനെ വി എന്ന് റെപ്രസെന്റ് ചെയ്യണം. യു എന്ന് റെപ്രസെന്റ് ചെയ്താലും കുഴപ്പമില്ല, റെപ്രസെന്റേഷൻസ് എന്തായാലും കുഴപ്പമില്ലല്ലോ. അത് നമ്മൾ എന്താണ് ഇക്വേഷൻ എന്തായിരുന്നു? 1/4πε0 എന്തായിരുന്നു? Q ഡിവൈഡഡ് ബൈ R ആയിരുന്നു. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് then potential due to plus Q എന്തായിരിക്കും? which will be നമുക്ക് V plus എന്ന് ഡിനോട്ട് ചെയ്യാം. 1/4πε0 plus Q, അല്ലെങ്കിൽ ജസ്റ്റ് Q എന്ന് ആയാലും മതി. പ്ലസ് ക്യൂ എന്ന് പറയുന്നതിന് ഞാൻ ജസ്റ്റ് Q എന്ന് എഴുതുകയാണ്, കാരണം രണ്ടാണെങ്കിലും ഓക്കെ അല്ലേ. Q ഡിവൈഡഡ് ബൈ R1 ആണ്. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? പൊട്ടൻഷ്യൽ ഡ്യൂ ടു മൈനസ് ക്യൂ എന്തായിരിക്കും? ഇതിന് ഞാൻ V മൈനസ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. 1/4πε0 മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ R2. ഓക്കെ, രണ്ടിന് ഇക്വേഷൻ നമ്പർ കൊടുക്കാം. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി നോക്കിയേ, ദെൻ ടോട്ടൽ. അപ്പൊ എന്തായിരിക്കും? ദെൻ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് പി. പി എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്താണ്? വി ടു വി പ്ലസ് പ്ലസ് വി മൈനസ്. ഓക്കെ, എന്തായിട്ട് വരും? 1/4πε0 Q ഡിവൈഡഡ് ബൈ R1 പ്ലസ് 1/4πε0 Q ഡിവൈഡഡ് ബൈ R2. ഇതിൽ ഈ ഇത്രയും ടേംസ് കോമൺ അല്ലേ? 1/4πε0 Q രണ്ടിലും കോമൺ ആണ്. മൈനസ് ഇട്ടിട്ടില്ല അല്ലെ, മൈനസും കൂടെ ഉണ്ട്. അപ്പൊ അത്രയും ടേംസ് കോമൺ ആയതുകൊണ്ട് നമുക്ക് ആ ടേംസിനെ കോമൺ ആയിട്ട് എടുക്കാം. Q ഡിവൈഡഡ് ബൈ 4πε0 രണ്ടിലും കോമൺ ആണ്. സോ വി ക്യാൻ റൈറ്റ് R1 മൈനസ് 1/R2 എന്ന് എഴുതാം. ഇതാണ് ഇക്വേഷൻ നമ്പർ 3. This is equation number 3. അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടി? പൊട്ടൻഷ്യലിന്റെ വാല്യൂ കിട്ടി. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? മതിയായോ? ഇതായിട്ടുണ്ടോ? ഇല്ല. R1ഉം R2 നമുക്ക് അറിയില്ല. നമുക്ക് അത് നമ്മൾ എടുത്തിട്ടുള്ള ആർബിട്രറി ആയിട്ടുള്ള എന്താണ്? ഡിസ്റ്റൻസ് ആണ്. നമ്മൾക്ക് എന്താണ് അറിയുന്നത്? ഈ R എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് അറിയുന്നത്. അപ്പൊ R1നെയും R2ന്റെയും എന്തിലേക്ക് ആക്കണം? R-ന്റെ എന്തിലേക്ക് ആക്കണം? R-ന്റെ ഫോമിലേക്ക് ആക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ? എക്സ്പ്രഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? നേരത്തെ നമ്മൾ വരച്ച സെയിം ഫിഗർ തന്നെയാണ്. നമുക്ക് ഇപ്പൊ ഇക്വേഷൻ കിട്ടിയത് എന്താണ്? V is equal to 1/4πε0 പിന്നെ എന്തുണ്ടായിരുന്നു? Q ഉണ്ടായിരുന്നു അല്ലെ, 1/R1 മൈനസ് 1/R2. ഓക്കെ, ഇനി നോക്കിക്കോ, ഇതിനു വേണ്ടിയിട്ടേ നമ്മൾ എന്ത് ചെയ്യാണ്? ഇനി R1നെയും R2നെയും R-ന്റെ എന്തിലേക്ക് ആക്കുന്നത്? ടേംസിലേക്ക് ആക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ കുറച്ച് അസംഷൻസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു ഫിഗർ ഞാൻ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഇപ്പൊ ഈ ഒരു ഫിഗർ നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു ഫിഗർ തന്നെയാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. പക്ഷെ ഞാൻ വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു ഫിഗറിനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ലൈക്ക് ഇതിന് ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ഫിഗറും കൂടെ കണ്ടിട്ട് കൺഫ്യൂഷൻ ആയി പോവരുത്. ഓക്കെ, ഞാൻ രണ്ടും സെയിം ഫിഗർ തന്നെയാണ്, നിങ്ങൾക്ക് ചെറിയ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ഇതിൽ പറഞ്ഞു തരാം കേട്ടാ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നോക്കിക്കോ, നമ്മൾ എന്ത് ചെയ്യാണ്? നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ പ്ലസ് ക്യൂ, ദിസ് ഇസ് മൈനസ് ക്യൂ, പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ. സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2a ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതിന്റെ മിഡ് പോയിന്റ് A ആണ്. ഇത് A ആൻഡ് ദിസ് ഇസ് ഓൾസോ A. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏത് പോയിന്റിലാണ്? ഈ P എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് കൺസിഡർ ചെയ്യുന്നത്. ആ Pയിലേക്ക് Qയിൽ നിന്നുള്ള Q പ്ലസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? ദാറ്റ് വാസ് R1 ആൻഡ് ഇത്
R2 ആണ്. പിന്നെ ഈ ഒരു ഡിസ്റ്റൻസ് R ആണ്. ഓക്കെ, എന്താണ് R1, ഇത് R2, ഇത് R. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള ടേംസ് തന്നെയാണ് കേട്ടോ. ഇനി നോക്കിക്കോ, നമ്മൾ ഇവിടെ ഇനി കുറച്ച് എന്ത് ചെയ്യാൻ പോവാണ്, കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പൊ നോക്കിയാൽ ഇത് രണ്ടും ഒരു ലൈക്ക് നമുക്ക് ജനറലി നമ്മൾക്ക് ലൈക്ക് ഒരു ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പൈതഗോറസ് തിയറം ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു ഫോർമുല ഉള്ളത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ ഒരു ലൈക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പ്ലസ് ക്യൂവിന്റെ പ്ലേസിൽ നിന്ന് ആറിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യാണ്. ഓക്കെ, അപ്പോ ഇതൊരു പെർപെൻഡിക്കുലർ ആണ് അല്ലെ, ഇതൊരു പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇത് തീറ്റയാണ്. അപ്പൊ ഇത് പി, നമുക്ക് ഇനി ഓരോരോ പോയിന്റ്സ് ആയിട്ട് ജസ്റ്റ് അതുകൂടെ റെപ്രസെന്റ് ചെയ്യാം. ഇത് എ, ഇത് ബി, ആൻഡ് ദിസ് ഇസ് ഒ എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഇതായിക്കോട്ടെ ഒ, ആൻഡ് ദിസ് ഇസ് എം. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടല്ലോ. ഇനി നിങ്ങൾ നോക്കിയേ, ഇപ്പൊ ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട് ട്ടോ. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ ഒ എ ഒ എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രയാങ്കിൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഇല്ലേ, ട്രയാങ്കിൾ ഒ എ എം. ആ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്താലേ എങ്ങനെയാണ് വരുന്നത്. അപ്പം ഞാൻ ആ ഒരു ട്രയാങ്കിൾ മാത്രം ഇപ്പുറത്തേക്ക് മാറ്റി വരയ്ക്കാവേ. ട്രയാങ്കിൾ ഒ എ എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ ഏകദേശം ഇങ്ങനെയാണ് വരുന്നത് അല്ലേ, ഇങ്ങനെയാണ് ആ ട്രയാങ്കിൾ വരുന്നത്. അതിന്റെ ഈ ഒരു സൈഡിലെ ആംഗിൾ തീറ്റയാണ്. ഇവിടത്തെ ഈ താഴത്തിൽ എന്താണ്, എ ആണ് അല്ലേ. ഇത് നമ്മളെ പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എ ഒ എം ആണ്. ഇനി നോക്കിയേ, ആംഗിൾ തീറ്റ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ സൈഡ് എന്തായിരിക്കും, ഈ സൈഡ് എന്തായിരിക്കും, ഒരു പോയിന്റും കൂടെ മാർക്ക് ചെയ്യാനുണ്ട്. ഏതാണ് റൈറ്റ് ആംഗിൾ, ഇതാണ് റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്കറിയാലോ ഇപ്പോ ഇതിൽ നോക്കിയേ, സൈൻ തീറ്റ എന്തായിരിക്കും, സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർനസ് ആണ് അല്ലെ. ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്, ആ തീറ്റയുടെ വാല്യൂയുടെ ഓപ്പോസിറ്റ് സൈഡ് എ എം ആണ്, എ എം ഡിവൈഡഡ് ബൈ എ ഒ. ഓക്കെ, അപ്പൊ നമുക്ക് എ എമ്മിന് എങ്ങനെ എഴുതാം, എ ഒ സൈൻ തീറ്റ. എ ഒയുടെ വാല്യൂ എന്താണ്, വിച്ച് ഇസ് എ ആണ്, എ സൈൻ തീറ്റ. അപ്പൊ ഈ വാല്യൂ നമുക്ക് കിട്ടി, എ സൈൻ തീറ്റ. ഇതേപോലെ നമുക്ക് എന്ത് എഴുതാം, കോസ് തീറ്റയുടെ എഴുതാം അല്ലെ. അപ്പൊ ഞാനത് എന്ത് എഴുതുന്നു, അപ്പുറത്തെ പേജിലേക്ക് എഴുതാം. നോക്കിക്കോട്ടെ, ഇതായിരുന്നു നമ്മളെ ട്രയാങ്കിള്. ഇനി കോസ് തീറ്റയുടെ വാല്യൂ ഇപ്പൊ എന്തായിരിക്കും, കോസ് തീറ്റ ഇസ് ഈക്വൽ ടു, കോസ് തീറ്റ എന്താണ്, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പർനസ്. അഡ്ജസന്റ് സൈഡ് ഏതാണ്, ഒ എം ആണ്. ഒ എം ഡിവൈഡഡ് ബൈ ഹൈപ്പർനസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ ഒ ആണ്. അപ്പൊ ഇവിടുത്തെ ഒ എമ്മിന്റെ വാല്യൂ എന്ത് കിട്ടും, എ ഒ കോസ് തീറ്റ. എ ഒ എന്താണ്, എ കോസ് തീറ്റ. അപ്പൊ നമുക്ക് കിട്ടിയല്ലോ, ഇത് എ കോസ് തീറ്റ ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മൾ ഈ ഒരു ഫിഗർ ആണ് കൺസിഡർ ചെയ്തത്, ഈ ഒരു ഫിഗറിൽ ഈ ഒരു ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്തത്. ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു പോർഷൻ നമുക്ക് അറിയില്ലായിരുന്നു, ഇതും അറിയില്ലായിരുന്നു. പക്ഷെ അത് നമ്മൾ രണ്ടും കാൽക്കുലേറ്റ് ചെയ്തു. ഫസ്റ്റ് എ സൈൻ തീറ്റ ഉണ്ട്, അതേപോലെ തന്നെ ഒ എം എന്താണ്, എ കോസ് തീറ്റ ഉണ്ട്. അപ്പൊ നമുക്ക് എ എം ആൻഡ് ദിസ് ഇസ് ഒ എം. അപ്പൊ നമുക്കത് എഴുതാലോ. ഈ വാല്യൂ എന്ത് കിട്ടി, ഇത് എ സൈൻ തീറ്റ, ഇത് എ കോസ് തീറ്റ. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ഈ ഒരു സൈഡ്, അതായത് R1ന്റെ സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിഗർ നമ്മൾ എന്ത് ചെയ്തു. ഇനി നിങ്ങൾ നോക്കിയേ, ഇനി നമുക്ക് R1ന്റെ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടില്ലേ, ഇതും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പർനസ് ഏതാണ്, R1 ആണ്. ഇനി R1നെ നമുക്ക് ഈ രണ്ട് ടേംസിൽ എഴുതിക്കൂടെ, എഴുതാം. ആ ടേംസ് എന്തായിരിക്കും വരിക, സോ വി ക്യാൻ റൈറ്റ്, നമുക്ക് എങ്ങനെ എഴുതാം, സോ നമുക്ക് എന്ത് എഴുതാം, ബൈ യൂസിങ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏതാണ്, AMP അല്ലെ. AMP യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും,
r1 സ്ക്വയർ ഈക്വൽ ടു r1 സ്ക്വയർ ഓക്കെ, അല്ലെങ്കിൽ r1 സ്ക്വയറിന്റെ ടേമിൽ എഴുതുന്നില്ല, ഞാൻ ഫസ്റ്റ് എന്ത് എഴുതാം, ടേംസിൽ എഴുതാം കേട്ടോ. എന്തായിരിക്കും AP സ്ക്വയർ ഈക്വൽ ടു AP സ്ക്വയർ ഈസ് ഈക്വൽ ടു ഏതൊക്കെയാ വരിക, ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ വരും അല്ലെ. അപ്പോ PM സ്ക്വയർ പ്ലസ് AM സ്ക്വയർ, PM സ്ക്വയർ പ്ലസ് AM സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി AP സ്ക്വയർ എന്താണ്, R1 സ്ക്വയർ ആണ്. സോ R1 സ്ക്വയർ ഈക്വൽ ടു PMന്റെ വാല്യൂ എന്താണ്, PMന്റെ വാല്യൂ നോക്കിക്കോട്ടോ. ഇവിടെ മുതൽ ഇവിടം വരെ 6 ആണ്. ഓക്കെ, നമുക്ക് ഈ PM ഇത്ര പോർഷൻ മാത്രം മതി അല്ലെ, ഇത്ര പോർഷന് മാത്രമേ ആവശ്യം നമുക്കുള്ളൂ. അപ്പൊ അതിന്റെ വാല്യൂ എന്തായിരിക്കും, ഇത്ര വാല്യൂ 6 ആണെങ്കിൽ ഇത്ര പോർഷന്റെ വാല്യൂ എന്തായിരിക്കും, R മൈനസ് A കോസ് തീറ്റ ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പം PM എന്ന് പറയുന്നത് R മൈനസ് A കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് AM പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം, ഡയറക്റ്റ് ആയിട്ട് നമ്മളിവിടെ ഫൈൻഡ് ചെയ്തതാണ്. എന്താണ്, A സൈൻ തീറ്റ. A സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ഞാൻ A സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ A മൈനസ് B ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ കൊടുക്കാം. സോ R1 സ്ക്വയർ ഈക്വൽ ടു R സ്ക്വയർ മൈനസ് 2AR കോസ് തീറ്റ പ്ലസ് A സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് A സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഇനി ഓക്കെ R സ്ക്വയർ മൈനസ് 2AR കോസ് തീറ്റ പ്ലസ് A സ്ക്വയറിനെ കോമൺ ആക്കി എടുത്താൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്, 1 ആണ് അല്ലെ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആയതുകൊണ്ട് എന്ത് വരും, ഈ വാല്യൂ 1 ആയിട്ട് മാറും. ഇത്രയും വാല്യൂസ് വിച്ച് വിൽ ബി ഈക്വൽ ടു 1 ആയിട്ട് മാറും. അപ്പൊ ബാക്കി ഇക്വേഷൻ പിന്നെ എന്താ മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് ഈ ടേംസില് ഈ ഒരു ഇക്വേഷനിൽ ഈ ടേം 1 ആയിട്ട് പോയി, ബാക്കി ഇത്രയും ടേംസ് അല്ലേ റിമൈനിങ് ആയിട്ട് വരുള്ളൂ. അപ്പോ R1 സ്ക്വയർ ഈക്വൽ ടു R1 സ്ക്വയർ ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് A സ്ക്വയറിനെ ഞാൻ ഇവിടെ എഴുതുകയാണെ മൈനസ് 2AR കോസ് തീറ്റ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഇക്വേഷനിലെ R സ്ക്വയറിനെ കോമൺ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, നമ്മൾക്ക് ലൈക്ക് A സ്ക്വയറിനെ നെഗ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, R സ്ക്വയറിനെ കോമൺ ആയിട്ട് എടുക്കാം. R സ്ക്വയറിനെ കോമൺ ആയിട്ട് എടുക്കുക പറഞ്ഞാൽ സിമ്പിൾ ആണ്, എന്ത് ചെയ്യാൻ മതി, ഈ ഒരു ഇക്വേഷൻ ത്രൂ ഔട്ട് ഒരു R സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ R സ്ക്വയറിനെ കോമൺ ആക്കി മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യുകയും ചെയ്താലും മതി. നിങ്ങൾക്ക് അറിയാവുന്ന കേസ് ആയിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷനെ ത്രൂ ഔട്ട് ഒരു R സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, R സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് വരും, ഇതിൽ R സ്ക്വയർ കട്ടായി പോവും, ഇതിന് താഴെ എന്ത് വരും, ഒരു R സ്ക്വയർ വരും, അത്ര വരുന്നേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന പോലെ തന്നെ R സ്ക്വയറിനെ കോമൺ ആക്കി എടുക്കുക. R സ്ക്വയറിനെ കോമൺ ആക്കി എടുക്കുക എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് ടേം 1 ആയിട്ട് പോകും, പ്ലസ് A സ്ക്വയറിന് താഴെ എന്ത് വരണം, ഒരു R സ്ക്വയർ വരണം, 1 മൈനസ് 2AR കോസ് തീറ്റ ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്ന് ഞാൻ എഴുതുന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ടേമും കട്ടായി പോവല്ലോ. സോ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, which will be R1 സ്ക്വയർ ഈക്വൽ ടു R സ്ക്വയർ 1 പ്ലസ് A സ്ക്വയർ ബൈ R സ്ക്വയർ മൈനസ് 2A കോസ് തീറ്റ ഡിവൈഡഡ് ബൈ R എന്നാകും. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം, നമ്മളൊരു ഡൈപോൾ എടുത്തു കഴിഞ്ഞാല് ഈ ഡൈപോളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഭയങ്കര ചെറുതായിരിക്കും അല്ലെ. ഡൈപോളിന്റെ ആ ഒരു രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്. അതായത് ഈ ആറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 2A സ്മോൾ ആണ്. 2A സ്മോൾ ആണെങ്കിൽ എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി A അതിലും സ്മോൾ ആയിരിക്കും. സോ R ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ A. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, A സ്ക്വയർ ഡിവൈഡഡ് ബൈ R സ്ക്വയറിന്റെ വാല്യൂ എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും, ലെസ് ദാൻ 1. ഭയങ്കര സ്മോൾ ആയിരിക്കും. അപ്പൊ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, A സ്ക്വയർ ബൈ R സ്ക്വയറിനെ നമ്മൾ അപ്രോക്സിമേറ്റ്ലി 0 എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യാണ്. ഓക്കെ, എന്താന്ന് മനസ്സിലായോ കാര്യം എന്താന്ന് വെച്ചാല്, കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ A സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ചെറിയ വാല്യൂ ആണ്. Aന്റെ വാല്യൂ ഭയങ്കര ചെറുതാണ്. അപ്പൊ A സ്ക്വയർ എന്തായിരിക്കും, അതിലും ചെറുതായിരിക്കും. ഇനി ചെറിയ വാല്യൂ ഡിവൈഡഡ് ബൈ ഒരു വലിയ വാല്യൂ എന്തായിരിക്കും, ഒരു സ്മോൾ വാല്യൂ ആയിരിക്കും. ഇപ്പൊ നമുക്കറിയാലോ 0.01 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഭയങ്കര ചെറുതല്ലേ, 0.0001 ആയിട്ട് മാറും. ഓക്കെ, ഇത്രയും ചെറിയ വാല്യൂ ആയിട്ട് അത് മാറി.
ഓക്കെ, അതായത് ഒരു ചെറിയ വാല്യൂവിനെ നമ്മൾ ഒരു വലിയ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? എഗെയിൻ ചെറുതായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ a സ്ക്വയർ ബൈ ആർ സ്ക്വയറിന് അപ്രോക്സിമേറ്റ്ലി 0 ആയിട്ട് എന്ത് ചെയ്യാണ്? നെഗ്ലക്ട് ചെയ്യാണ്. അതായത് a സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഈസ് നെഗ്ലക്റ്റഡ്. ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? സോ നമുക്ക് എന്ത് കിട്ടി? r1 സ്ക്വയറിന്റെ ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഈസ് ആർ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 1 മൈനസ് 2a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇത് സോറി ഇക്വേഷൻ നമ്പർ 1 അല്ലേ? 1 ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. കൊടുത്തിരുന്നു, നമ്മൾ മുന്നേ കൊടുത്തിരുന്നില്ല. അപ്പൊ ഇക്വേഷൻ നമ്പർ 4 എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ഫിഗറിലെ ഇവിടുത്തെ ഫിഗർ ഉണ്ടല്ലോ, ഈ ഫിഗറിൽ നമുക്ക് R2ന്റെ വാല്യൂ എന്ത് ടേംസിൽ എഴുതാൻ പറ്റും? ആറിന്റെ ടേംസിൽ എഴുതാൻ പറ്റും. അപ്പൊ R2നെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ആറിന്റെ ടേംസിൽ എഴുതാം. അതിനു വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ഫിഗർ ഉണ്ടല്ലോ, ഈ ഒരു ഫിഗറിൽ നമ്മൾ പിന്നെയും കൺസിഡറേഷൻ എടുക്കുകയാണെ. നമ്മൾ എന്ത് ചെയ്യുന്നു? R2ൽ നിന്ന് ആറിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതായത് R2ന്റെ, അതായത് -Qൽ നിന്ന് R2ലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. നേരത്തെ പോലെയല്ല, ഈ പെർപെൻഡിക്കുലർ ആറിൽ ടച്ച് ചെയ്യാത്ത രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ആറിന് എന്ത് ചെയ്യണം? എക്സ്ട്രാപോളേറ്റ് ചെയ്യണം. ഇപ്പൊ നോക്കിയേ, ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ദിസ് ആംഗിൾ വിൽ ബി തീറ്റ. കാരണം എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആംഗിൾ തീറ്റ. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ട്രയാംഗിൾ കൂടെ കിട്ടിയല്ലോ. ഇതിനെ നമ്മൾ ഇവിടെ ഞാൻ പി എന്ന് കൺസിഡർ ചെയ്യുന്നു. ഇത് പി ആണ്. അങ്ങനെയാണെങ്കിൽ ട്രയാംഗിൾ ഏതാണ്? പി ഒ ബി. ട്രയാംഗിൾ പി ഒ ബി കൺസിഡർ ചെയ്യുകയാണ്. അവിടെ ഒരു ട്രയാംഗിൾ നമുക്ക് കിട്ടി. ആ ട്രയാംഗിൾ എങ്ങനെയാ വന്നത്? ഇങ്ങനെയാ വന്നല്ലേ? ഇതാണ് തീറ്റ എന്ന് പറയുന്ന ആംഗിള്. ഇതാണ് നമ്മളെ എന്ത്? റൈറ്റ് ആംഗിള്. എ ആണ് ഇതിന്റെ ഹൈപ്പോട്ടനസ് വരിക. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എന്തായിരിക്കും? എ കോസ് തീറ്റ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? എ സൈൻ തീറ്റ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കേസ് തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ദിസ് ഇസ് എ കോസ് തീറ്റ ആൻഡ് ദിസ് ഇസ് എ സൈൻ തീറ്റ അല്ലേ? എ കോസ് തീറ്റയും എ സൈൻ തീറ്റയും. ഇനി നമുക്ക് എന്ത് കാണണം? R2ന്റെ വാല്യൂ കാണണം. R2 കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കൺസിഡർ ട്രയാംഗിൾ. ഇവിടെ നമ്മൾ കൺസിഡർ ട്രയാംഗിൾ എന്താണ്? ഈ ഒരു വലിയ ട്രയാംഗിൾ, ഈ വലിയ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ വലിയ ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ അത് ഏതാണ്? പി ബി പി. ട്രയാംഗിൾ പി പി എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ ഓൾറെഡി എടുത്തതാ അല്ലെ? പിന്നെ എൻ എന്ന് എടുക്കാവേ. ദിസ് ഇസ് എൻ. അപ്പൊ നമ്മളെ പി ബി എൻ കൺസിഡർ ചെയ്യുന്നു. ട്രയാംഗിൾ പി ബി എൻ. ഓക്കെ, ട്രയാംഗിൾ പി ബി എൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? R2 സ്ക്വയർ കിട്ടും. R2 സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് ആണ് R2. അപ്പോൾ ഈ രണ്ട് ആംഗിൾസിന്റെ സം ആയിരിക്കും. ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ. ഓക്കെ, ഈ വാല്യൂ ഇവിടെ മുതൽ ഇവിടം വരെ 6 ആണെന്ന് നമുക്കറിയാം. ഈ ആംഗിൾ മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും? വിൽ ബി ആർ സ്ക്വയർ പ്ലസ് എന്തായിരിക്കും വരിക? ഏതാണ്? R2 അല്ലെങ്കിൽ പി ബി സ്ക്വയർ ഈക്വൽ ടു എൻ ബി സ്ക്വയർ പ്ലസ് പി എൻ സ്ക്വയർ അല്ലേ? ഓക്കെ, അപ്പൊ എൻ ബി സ്ക്വയർ. ഇനി നോക്കിയേ, പി ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? R2 സ്ക്വയർ. എൻ ബി സ്ക്വയർ എന്താണ്? എൻ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ പ്ലസ് എ കോസ് തീറ്റ. ഹോൾ സ്ക്വയർ പ്ലസ് പി എൻ സ്ക്വയർ എന്താണ്? നമ്മുടെ എ സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ എടുത്തിട്ടാ ഇത്ര പോർഷൻ ആണ് നമുക്ക് എടുക്കാനുള്ളത്. ഇതില് ഈ വാല്യൂ എന്ന് പറയുന്നത് എ കോസ് തീറ്റ അല്ല, എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഇത്രയും വാല്യൂസ് എടുക്കാം. ഇനി
നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ഞാൻ ഇനി വീണ്ടും പറയുന്നില്ല, അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. കോസ് തീറ്റ പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർ സ്ക്വയർ എ സ്ക്വയറിനെ കോമൺ ആക്കി എടുത്താൽ നേരത്തെ എന്ത് കിട്ടും? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 2ar കോസ് തീറ്റ എന്ന് കിട്ടും. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ r2 സ്ക്വയറിലെ ആർ സ്ക്വയറിനെ നമ്മൾ കോമൺ ആക്കി എടുക്കുന്നു. 1 പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് 2a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. ഓക്കെ, ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷനും വരേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെയാണ്, നിങ്ങൾ ചെയ്തു നോക്കുക. ഇതിൽ എന്താ ചെയ്തത്? നേരത്തെ ചെയ്ത പോർഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെ സെയിം ആണ് നമ്മൾ ചെയ്തത്. അതാണ് ഞാൻ പിന്നെ എന്ത് ചെയ്യാത്തത്, റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. ഓക്കെ, ഇനി ഇവിടെ എന്താണ്? എ ഈസ് വെരി മച്ച് ലെസ് ദാൻ ആർ ആയതുകൊണ്ട് എ സ്ക്വയർ ബൈ ആർ സ്ക്വയറിന് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം അല്ലെ. അപ്പൊ ടേം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? r1 അല്ലെങ്കിൽ r2 സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് 2a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ എന്നായിട്ട് മാറും. ഇതാണ് ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. എന്തൊക്കെയായിരുന്നു? ഇക്വേഷൻ നമ്പർ 4 എന്തായിരുന്നു? 4ഉം 5ലും നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. r1ന്റെ വാല്യൂ എന്തായിരുന്നു? r1 സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് 2a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ ആയിരുന്നു. r2 സ്ക്വയർ എന്തായിരുന്നു? ആർ സ്ക്വയർ പ്ലസ് 2a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ. ഇനി നമുക്ക് ഇതാണോ വേണ്ടത്? ഇതില്ല വേണ്ടത്. ഇതിന്റെ പകരം നമുക്ക് എന്താ വേണ്ടത്? ഇതിന്റെ റൂട്ടാണ്, സ്ക്വയർ റൂട്ടാണ് വേണ്ടത്. r1ഉം r2 ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് അത് ചെയ്യാം. സോ r1 എന്തായിട്ട് മാറും? ആർ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് 6. പിന്നെ എന്താ ഇവിടെ എഴുതിയ തെറ്റിപ്പോയോ? ഒരു 1 മൈനസ് ഇടാൻ മറന്നുപോയില്ലേ? 1 ഇടാൻ മറന്നുപോയത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി 1 മൈനസ് 2a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ all raised to 1 by 2. Then r2 എന്ന് പറയുന്നത് r into 1 plus 2a cos theta divided by r raised to 1 by 2 എന്ന് വരും. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യണം. ഓക്കെ, ഈ ഒരു ഡെറിവേഷൻ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് ലെങ്തി ആയിട്ട് വരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ലൈക്ക് സ്റ്റെപ്സ് ഒക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് ചെയ്തു പോയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് ലെങ്തി ആണെന്നേ ഉള്ളൂ. ബാക്കിയുള്ള ഡെറിവേഷൻസ് ഒക്കെ കുറച്ച് സിമ്പിൾ ആണ്. ഇത് കുറച്ച് ലെങ്തി ആണ്, പക്ഷെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ലൈയിങ് ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യുകയാണേ. ഓക്കെ, ബൈനോമിയൽ തിയറം എന്താ പറയുന്നത്? ഇപ്പോ 1 മൈനസ് എക്സ് റേസ് ടു എൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി 1 മൈനസ് എൻ എക്സ് പ്ലസ് നിങ്ങൾക്കറിയാലോ n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ n എക്സ് റേസ് ടു n മൈനസ് 1. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിലെ ഹയർ ടേംസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല. ഹയർ ടേംസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓൺലി by considering only first order terms. Okay, first order terms മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കൺസിഡർ ഓൺലി ഫസ്റ്റ് ഓർഡർ ടേം. ഓക്കെ, ഇനി അതേപോലെ 1 പ്ലസ് എക്സ് റേസ് ടു എൻ എന്തായിരിക്കും? ഈക്വൽ ടു 1 പ്ലസ് എൻ എക്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യാം? ഇത് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 5 6 and 7 ആയിരിക്കും അല്ലെ. 6 and 7 എങ്ങനെ മാറും? 6 എങ്ങനെയായിട്ട് മാറും? which will be r1 is equal to r into 1 minus ഇവിടുത്തെ n എന്താണ്? 1 by 2 ആണ്. so 1 by 2 into 2a cos theta divided by r. okay, 2 ഉം 2 ഉം കട്ടായിട്ട് പോവും. r1 will be r into 1 minus a cos theta divided by r. ഓക്കെ, ഇതേപോലെ സെവൻത് ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സെവൻത് ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഇറ്റ് വിൽ ബി r2 ഈക്വൽ ടു
ആർ ഇൻറ്റു ഇതേപോലെ തന്നെ 1 പ്ലസ് n എന്ന് പറയുന്നത് 1/2 ആയിരുന്നു 2a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ ആണ്. ഓക്കെ, 2 കട്ടായിട്ട് പോയി. R2ന്റെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി? ആർ ഇൻറ്റു 1 പ്ലസ് എ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, ഇപ്പൊ നമുക്ക് R1ന്റെയും R2ന്റെയും വാല്യൂ കിട്ടി. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 8, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 9 എന്ന് എടുക്കാം. ഇനി നമ്മൾ എവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്ത ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, v ഈക്വൽ ടു ഇവിടെ. നമ്മൾ ഫസ്റ്റ് വന്നത് എവിടെ നിന്നാണ്? ഇതാ നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 ഉണ്ടോ? ഇക്വേഷൻ നമ്പർ 3 ഇവിടെ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? R1നെയും R2ന്റെയും ആറിന്റെ ടേംസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യാം? ഈ ഒരു 8 ഉം 9 ഉം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 8 and 9 in 3. 3ൽ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. തേർഡ് ഇക്വേഷൻ എന്തായിരുന്നു? v is equal to q by 4 pi epsilon 0 1 divided by r1 minus 1 divided by r2. ഇതായിരുന്നു നമ്മളെ ഇക്വേഷൻ അല്ലേ? R1ന്റെ R2ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. നമുക്ക് ഇത് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 4 pi epsilon 0 1 divided by R1ന്റെ വാല്യൂ എന്തായിരുന്നു? 1 minus a cos theta divided by r minus divide cos theta divided by r ആണ്. ഇതേപോലെ മൈനസ് 1 ഡിവൈഡഡ് ബൈ R2ന്റെ വാല്യൂ 1 പ്ലസ് a cos theta ഡിവൈഡഡ് ബൈ r. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 4 pi epsilon 0 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഫസ്റ്റ് എന്ത് ടേം വരും? 1 പ്ലസ് a cos theta ഡിവൈഡഡ് ബൈ r മൈനസ് ഇത് കോമൺ ആയിട്ട് വരുന്നതാണ്. ഇറ്റ് വിൽ ബി 1 മൈനസ് a cos theta ഡിവൈഡഡ് ബൈ r. ഓക്കെ, ഇനി ഡിനോമിനേറ്ററിൽ എന്താ വരിക? ഡിനോമിനേറ്ററിൽ വരുന്ന ടേം എന്തായിരിക്കും? a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ടേംസിലായിരിക്കും വരിക. അപ്പൊ നമ്മൾ നോക്കിയാൽ a മൈനസ് a cos theta ഡിവൈഡഡ് ബൈ r ഇൻറ്റു 1 പ്ലസ് a cos theta ഡിവൈഡഡ് ബൈ ആറിന്റെ ടേംസിലല്ലേ വരുന്നേ? ഇതില് ഈ ടേം കണ്ടോ? ഇവിടെ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തേ ഇതെന്താണ്? a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിലാണ് വരുന്നത്. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പൊ നമ്മൾ അതിൽ എഴുതിയിട്ടുള്ള 1 മൈനസ് a cos theta ഡിവൈഡഡ് ബൈ r ഇൻറ്റു 1 പ്ലസ് a cos theta ഡിവൈഡഡ് ബൈ r എന്ന് പറയുന്ന ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് a സ്ക്വയർ cos സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ r സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ബൈ യൂസിങ് എന്താണ് നമ്മളിവിടെ യൂസ് ചെയ്തത്? a മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ടേം ആണ് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് എഴുതിയത്. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? നേരത്തെ എഴുതിയ ഇക്വേഷൻ. ഓക്കെ, ദെൻ ഇക്വേഷൻ എന്തായിട്ട് മാറും? v ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ 4 pi epsilon 0. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഇക്വേഷൻ ഇവിടെ നമ്മളെ എന്താ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 1ഉം -1ഉം കട്ടായി പോവില്ലേ? 1ഉം -1ഉം കട്ടാവും. പിന്നെ ഈ മൈനസും മൈനസും പ്ലസ് ആവും അല്ലെ? അപ്പൊ ഇവിടെ എന്ത് വരും? 2a cos theta r പ്ലസ് a cos theta r എന്ന് വരും. ഓക്കെ, ആണെങ്കിൽ ഞാനൊന്ന് എഴുതാവേ, നമുക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ. അപ്പൊ a cos theta 1 മൈനസ് a cos theta ഡിവൈഡഡ് ബൈ r മൈനസ് 1 പിന്നെ പ്ലസ് a cos theta ഡിവൈഡഡ് ബൈ r ഡിവൈഡഡ് ബൈ 1 മൈനസ് a സ്ക്വയർ cos സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ r സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇതില് മൈനസും മൈനസും 1 പ്ലസും മൈനസും കട്ടായി പോയി. ഇനി പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നെഗ്ലക്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞില്ലേ a സ്ക്വയർ അല്ലെങ്കിൽ a ഈസ് വെരി മച്ച് ലെസ് ദാൻ r. ഓക്കെ, സോ a സ്ക്വയർ
cos square theta is a small value ആയിരിക്കും. കാരണം cos തീറ്റയുടെ വാല്യൂ തന്നെ മാക്സിമം എന്ന് പറയുന്നത് 1 ആണ് അല്ലെ? അപ്പൊ cos square തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? അതിലും സ്മോൾ ആയിരിക്കും. സോ വി ക്യാൻ നെഗ്ലെക്ട്, നമുക്ക് ആ ഒരു ടേമിന് എന്ത് ചെയ്യാം? ദ ടേം a square cos square theta divided by r square എന്ന് പറയുന്ന ആ ഒരു ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലെക്ട് ചെയ്ത് കളയാം. കാരണം എന്താണ്? ആർ സ്ക്വയറിന്റെ വാല്യൂ അല്ലെങ്കിൽ ആറിന്റെ വാല്യൂ എനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കൂടുതലാണ്. എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്മോൾ വാല്യൂ ആയിരിക്കും. ഒരു സ്മോൾ വാല്യൂ ഡിവൈഡഡ് ബൈ ഒരു ആർ സ്ക്വയർ എന്തായിരിക്കും? അഗെയിൻ അത് സ്മോൾ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ സീറോനോട് അടുത്തുള്ള വാല്യൂ ആയിരിക്കും. ആ ഒരു ടേമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗ്ലെക്ട് ചെയ്യാൻ പറ്റും. അതായത് 1 മൈനസ് a square cos square theta divided by r square നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്തെന്ന് എടുക്കാം? 1 എന്ന് എടുക്കാം. സോ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? നമ്മളെ ഇക്വേഷൻ v is equal to q by 4 pi epsilon 0 2a cos theta ആയിട്ട് മാറും. cos theta. ഓക്കെ, മനസ്സിലായോ? ഇനി ഇതിൽ നോക്കിയേ, 2a cos theta. ഇതില് ഒരു ടേം നമുക്ക് അറിയുന്നതാണ്, q into 2a എന്ന് പറയുന്ന ഒരു വാല്യൂ ഇതിലുണ്ട്. q into 2a എന്താണ്? നമ്മൾ ഓൾറെഡി ഞാൻ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു. q into 2a എന്ന് പറയുന്നത് എന്താണ്? ഡൈപോൾ മൊമെന്റ് p ആണ് അല്ലേ? അപ്പൊ ആ ടൈം നമുക്ക് ഇവിടെ എഴുതാലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാലോ. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ, നമ്മൾ ലാസ്റ്റ് ചെയ്ത ഇക്വേഷൻ ഏതായിരുന്നു? 9 ആയിരുന്നു അല്ലേ? അപ്പൊ ഇത് 10 ആണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 10. നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? v is equal to q by 4 pi epsilon 0 അല്ലെങ്കിൽ okay 1 by 4 pi epsilon 0 q into 2a cos theta എന്ന് എഴുതണം, അല്ലെങ്കിൽ 2aq cos theta എന്ന് എഴുതിയാലും കുഴപ്പമില്ല. 2aq cos theta. 2aq എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡൈപോൾ മൊമെന്റ് ആണ് അല്ലെ? അപ്പൊ 1 by 4 pi epsilon 0 p cos theta എന്ന് വരും. ഇതാണ് നമ്മുടെ എന്തിന്റെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ? ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് ലെങ്തി ആണ്, പക്ഷേ നിങ്ങൾ ലൈക്ക് ഒന്ന് ആലോചിച്ച് ചെയ്ത് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കിട്ടിയല്ലോ. സോ നമുക്ക് the expression for potential due to a dipole at a point due to dipole കാരണം ഉണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യലിന്റെ വാല്യൂ v is equal to p cos theta divided by 4 pi by epsilon 0 എന്ന് എഴുതാം. ഇനി ഇതിലെ സ്പെഷ്യൽ കേസസ് നമുക്ക് കൺസിഡർ ചെയ്യാലോ. തീറ്റ ഈക്വൽ ടു 0 ആകുന്ന സമയത്ത്, when തീറ്റ ഈക്വൽ ടു, സ്പെഷ്യൽ കേസസും കൂടെ എഴുതി വെച്ചോട്ടാ. ഓക്കെ, സ്പെഷ്യൽ കേസ് when തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി. തീറ്റ 0 ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ അത് ഏതായിരിക്കും പോയിന്റ്? ആക്സിയൽ പോയിന്റ് ആയിരിക്കും അല്ലെ? ഇത് പ്ലസ് ക്യൂ, ഇത് മൈനസ് ക്യൂ. തീറ്റ 0 എന്ന് പറയുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മളെ പോയിന്റ്, അതായത് ആക്സിയൽ പോയിന്റ്, ആക്സിയൽ ലൈൻ. അപ്പൊ എന്തായിട്ട് മാറും? v ഈക്വൽ ടു 1 by 4 pi epsilon 0 p cos 0 ആയിട്ട് മാറും, which is equal to p by 4 pi epsilon 0. ഇതാണ് എന്തെന്ന് പറയുന്നത്? മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. മാക്സിമം വാല്യൂ ഓഫ് v. ഓക്കെ, അപ്പൊ മിനിമം വാല്യൂ എപ്പോഴായിരിക്കും വരിക? മിനിമം വാല്യൂ സിമ്പിൾ ആണ്, തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കുന്ന സമയത്ത്. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കുന്ന സമയത്ത്
എന്തായിരിക്കും? ഇക്വട്ടോറിയൽ ലൈൻ ആണ് അല്ലേ? അപ്പൊ V equal to 1/4 pi epsilon 0 P cos 90 എന്ന് വരും. cos 90 0 ആയതുകൊണ്ട് V equal to 0. ഓക്കെ, ഇതാണ് ഇക്വട്ടോറിയൽ ലൈൻ. അതായത് ഇത് പ്ലസ് ക്യൂ, ഇത് മൈനസ് ക്യൂ. P വരുന്നത് എവിടെയായിരിക്കും? ഇവിടെ ആയിട്ടായിരിക്കും P വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ രണ്ട് കേസ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്തത്? ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? എന്താണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്? ഒരു ഡൈപോള് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ, ഏതൊരു പോയിന്റിലും ഒരു ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ കണ്ടത്. നമ്മൾ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇക്വേഷൻ എന്താണ്? P equal to 1/4 pi epsilon 0 P cos theta ആണ്. ഇനി ഈ തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആവുമ്പോൾ എങ്ങനെയാണ് വരിക? അത് ആക്സിയൽ ലൈൻ ആയിരിക്കും. തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആയിരിക്കുന്ന സമയത്ത് അതെന്തായിരിക്കും? ഇക്വട്ടോറിയൽ ലൈനിലായിരിക്കും വരിക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? V is equal to 1/4 pi epsilon 0 P cos theta. ഓക്കെ, നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഡിഫൈൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് പൊട്ടൻഷ്യൽ എനർജി? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ആയിരുന്നു പറഞ്ഞത്. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിലെ രണ്ട് പോയിന്റ്സ് നമ്മൾ എടുത്താൽ, P1 P2 എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്സ് എടുത്താൽ ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. അതെന്താ പറഞ്ഞത്? ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഇലക്ട്രിക് അല്ലെങ്കിൽ ചാർജസിനെ കൊണ്ടുപോകാൻ, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വർക്ക് ഡൺ ആണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ എന്താ പറയുന്നത്? എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസിന്റെ പൊട്ടൻഷ്യൽ എനർജി പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്കറിയാം. സിസ്റ്റം ഓഫ് ചാർജസ്, അതായത് ഒരുപാട് ചാർജ് ഉള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം ഓഫ് ചാർജിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഇടയിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ നിന്ന് മൂവ് ചെയ്യിക്കാനുള്ള വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് ഈസ് ദ വർക്ക് ഡൺ ബ്രിങ്ങിങ് ദ ചാർജ് ഫ്രം ഇൻഫൈനൈറ്റ് ടു ദെയർ പ്രസന്റ് പൊസിഷൻസ്. ഓക്കെ, ഇനി അടുത്ത നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇനി നോക്കിക്കോട്ടാ. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ കണ്ടു. ഇനി ഇവിടെ നോക്കിയിട്ടുള്ളത് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഡൈപോള് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒബ്റ്റെയിൻ ദ ആൻ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഡൈപോൾ. ഓക്കെ, ആ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ പ്രസന്റ് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ കണ്ടോ ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഡൈപോൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇതിന്റെ പൊട്ടൻഷ്യൽ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ കണ്ടതിന് എന്താണ് ഡിഫറൻസ്? നേരത്തെ നമ്മൾ കണ്ടപ്പോൾ ഒരു ഡൈപോൾ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. ഈ ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ കണ്ടത്. ഇപ്പൊ നമ്മൾ കാണുന്നത് ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. രണ്ടും വ്യത്യാസമുണ്ട്. ഓക്കെ, നേരത്തെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്നതായിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു ഡൈപോൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് കാരണം ഉണ്ടാകുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഡൈപോൾ കൺസിഡർ ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഡൈപോളിന് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പ്ലസ് ക്യൂ ചാർജ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. മൈനസ് ക്യൂ ചാർജ് ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യും അല്ലെ? ഇവിടെ QE ആൻഡ് ഇവിടെ QE ചാർജും ഇവിടെ മൈനസ് QE ആയിരിക്കും. ഇത് കാരണം എന്തുണ്ടാകും? ഈ ഒരു പോയിന്റിൽ പ്ലസ് ക്യൂ ചാർജും ഒരു പോയിന്റിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൈനസ് ക്യൂ ചാർജും ഈക്വൽ ആണ് ഓപ്പോസിറ്റ് ചാർജസ് ഫോഴ്സസ് ഉണ്ടാകുന്നുണ്ട്. അത് കാരണം എന്തുണ്ടാകും? ഒരു ടോർക്ക് ഉണ്ടാകും. ടോർക്ക് കാരണം എന്ത് സംഭവിക്കും? ഈ ഡൈപോള് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. എവിടം വരെ റൊട്ടേറ്റ് ചെയ്യും? എവിടം വരെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുക? ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിൽ ഈ ഒരു ഡൈപോള് പ്ലേസ് ചെയ്യുന്നവർ, അതായത് ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ ഇത് റൊട്ടേറ്റ് ആയിട്ട് വന്ന് ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിൽ ഇത് അലൈൻ ചെയ്യുന്നവർ എന്ത് ചെയ്യും? ഈ ഒരു റൊട്ടേഷൻ ഉണ്ടാകുന്നത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അതായത് നമ്മളെ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ഈ ഒരു സെയിം ആയിട്ടുള്ള കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ആ ടോർക്കിന്റെ വാല്യൂ നമ്മൾ അവിടെ കണ്ടിരുന്നു. എന്തായിരുന്നു ടോർക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത്? ടോർക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് P ക്രോസ് E ആയിരുന്നു. അതായത് P എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റ്. E എന്ന് പറയുന്നത് അപ്ലൈ ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ,
ഇതാരും നമ്മൾ മുന്നേ കണ്ടിരുന്നു. ഓക്കെ, ടോർക്ക് ഇങ്ങനെയാണ് നമ്മൾ മുന്നേ കണ്ടിരുന്നു. അതായത് ടോർക്ക് ഈക്വൽ ടു നമ്മൾ ടേംസിൽ എഴുതുകയാണെങ്കിൽ PE sin θ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ കേസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്റ്റേണൽ ടോർക്ക് നമ്മൾ അപ്ലൈ ചെയ്യാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ഷനിൽ ഈ ഒരു ഡൈപോൾ അലൈൻ ചെയ്യുന്ന വരെയാണ് എന്ത് ചെയ്യുക, ഈ ഒരു ഡൈപോൾ മൂവ് ചെയ്യുക അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇൻ കേസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു എക്സ്റ്റേണൽ ടോർക്ക് അപ്ലൈ ചെയ്യാണ്. ദാറ്റ്സ് വൈ ഈ ഒരു ഡൈപോൾ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ ടോർക്ക് അപ്ലൈ ചെയ്യാണ്. ഈ എക്സ്റ്റേണൽ ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുമല്ലോ. ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന വർക്ക് ഡൺ ആണ് ഇതിന്റെ കേസിൽ എന്ത് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഒന്നും കൂടെ കേട്ടോ, നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ ഒരു എക്സ്റ്റേണൽ ടോർക്ക് അപ്ലൈ ചെയ്യുന്നു. എക്സ്റ്റേണൽ ടോർക്ക് ഈസ് അപ്ലൈങ് ടു റൊട്ടേറ്റ് ദ ഡൈപോൾ. ഇപ്പൊ ഞാനിപ്പോ കാണിച്ചിട്ടുള്ള ഈ ഒരു പെൻ ഒരു ഡൈപോളാന്ന് കൺസിഡർ ചെയ്താല് ഈ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ ടോർക്ക് അപ്ലൈ ചെയ്യുന്നു. ഈ ഡൈപോൾ ആദ്യം ഈ ഒരു ആംഗിളിലാണ് ഉണ്ടായിരുന്നത്. ഇത് θ1 എന്ന് പറയുന്ന ആംഗിൾ ആണ്. ഇവിടെ നിന്ന് ഇത് മൂവ് ചെയ്തു θ2 എന്ന് പറയുന്ന ഒരു ആംഗിളിൽ എത്തി. അപ്പൊ ഈ θ1 നിന്ന് θ2ലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു വർക്ക് ചെയ്യല്ലോ. ഈ വർക്കാണ് ഇതിന്റെ കേസിൽ എന്ത് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അതായത് θ1 എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഈ ഒരു ആംഗിൾ നിൽക്കുന്ന സമയത്ത് ഇതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് θ2 എന്ന് പറയുന്ന ആംഗിളിലേക്ക് അത് എത്തി. ഇവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി മാറി. ഈ ഒരു ടേംസിൽ, അതായത് ആ ഒരു പൊട്ടൻഷ്യൽ എനർജിയിലെ ഡിഫറൻസ് ആണ് അവിടെ എന്താവുന്നത്, വർക്ക് ഡൺ ആയിട്ട് പറയുന്നത്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞത്, ആദ്യം ഒരു ആംഗിൾ θ1 എന്ന് പറയുന്ന ആംഗിളിൽ നിന്ന് θ2 എന്ന് പറയുന്ന ആംഗിളിലേക്ക് ഈ ഒരു ഡൈപോള് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ്, ബൈ അപ്ലൈയിങ് external torque, the dipole is rotated from θ1 to θ2. Then the work done to rotate the dipole is stored as potential energy. Okay, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന വർക്കിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വർക്ക് ഡൺ എത്രയാന്ന് കണ്ടാൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി സിമ്പിൾ ആയിട്ട് കാണാലോ. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ എന്തായിരിക്കും, ഇപ്പൊ ഇതിന്റെ കേസിൽ നമുക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ ജനറലി പറയുന്നതെങ്കിൽ നമ്മളിപ്പോ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ടോർക്ക് ആണ്. അപ്പൊ നമ്മള് ആ ഒരു വർക്ക് ഡനെ DW എന്ന് എടുക്കുന്നു. ഇവിടെ ടോർക്കിന്റെ കേസിൽ വരുന്ന സമയത്ത് എന്തായിരിക്കും, ദാറ്റ് ഈസ് ടോർക്ക് ഇൻറ്റു ആംഗിൾ ആയിരിക്കും വരിക. നേരത്തെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ അതിന് അനലോഗി ആയിട്ട് ഇതിലെന്ത് വരും, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഫ്രം θ1 to θ2 ആണ് ടോർക്ക് ഇൻറ്റു dθ. ഓക്കെ, ഇനി നീ നോക്കിയേ, ടോർക്കിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടല്ലോ, θ1 to θ2 ആണ് ടോർക്ക് PE sin θ dθ. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതല്ലേ. ഓക്കെ, ഇനി നോക്കിയേ, പിയും ഇയും എന്താണ്, കോൺസ്റ്റന്റ്സ് ആണ്. സോ നമുക്ക് അതിന് എന്ത് ചെയ്യാം, കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുക്കാം. θ1 to θ2 sin θ dθ ആയിരിക്കും. sin θയുടെ ഇന്റഗ്രൽ എന്താണ്, മൈനസ് കോസ് θ അല്ലേ. PE മൈനസ് കോസ് θ θ1 to θ2 ഓക്കെ. ദെൻ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, അതിനൊന്ന് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, മൈനസിനെ കോമൺ ആയിട്ട് എടുത്തിട്ട് PE കോസ് θ1 to θ2 ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, മൈനസ് PE കോസ് θ2 മൈനസ് കോസ് θ1 എന്ന് വരും അല്ലേ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഈ മൈനസിനെ ഒന്ന് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ് അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, PE ഈക്വൽ ടു കോസ് θ1 മൈനസ് കോസ് θ2 എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ വർക്കിന്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പൊട്ടൻഷ്യൽ കാണാൻ പോവാണ്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു,
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വർക്കാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കൺസിഡർ പൊട്ടൻഷ്യൽ at θ1 is equal to ui എന്ന് കൺസിഡർ ചെയ്യുന്നു. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ v1 എന്തായാലും കുഴപ്പമില്ല. പൊട്ടൻഷ്യൽ at θ2 എന്ന് പറയുന്നത് എന്താണ്, uf ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ u1 u2 ആണെന്ന് വിചാരിക്കാം. u1 and u2, അതായത് ഫൈനലും ഇനീഷ്യലും. അങ്ങനെയാണെങ്കിൽ dw എന്ന് പറയുന്നത് എന്തായിരിക്കും, u2 മൈനസ് u1 ആണ്. ഓക്കെ, ഇതിന് ഇവിടെ നമുക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻസ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ θ1 is equal to π/2. That is initially the dipole is perpendicular to electric field. നമ്മൾ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആദ്യം ഈ ഒരു ഡൈപോൾ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺസിഡറേഷൻസ് ഒക്കെ കൊടുക്കുന്നത്, നമ്മളെ യുവിന്റെ ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുക, ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോ ഫസ്റ്റ് ആദ്യം θ1 to θ2 ആംഗിളിലേക്ക് മൂവ് ചെയ്യാനുള്ള വർക്ക് ഡൺ ആണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു വർക്ക് ഡൺ കണ്ടു. ഫസ്റ്റത്തെ കേസിൽ ഈ ഒരു അപ്ലൈ ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഒരു ഇലക്ട്രിക് ഡൈപോൾ നിൽക്കുന്നതെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അങ്ങനെ അടിക്കുന്ന കേസിൽ എന്തായിട്ട് മാറും, u1 എന്ന് പറയുന്നത് എന്തായിരുന്നു, π/2 ആംഗിളിലാണ് ഫസ്റ്റ് അതുള്ളത്. സോ π/2 ആംഗിളിലാണ് ഉള്ളതെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും, കോസ് തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും, θ1 ഈക്വൽ ടു π/2 ആണ്. കോസ് θ1 എന്തായിരിക്കും, 0 ഇതായിരിക്കും അല്ലെ, 0 ആയിരിക്കും. u1 ഈക്വൽ ടു 0, u2 ഈക്വൽ ടു u എന്ന് എടുക്കുന്നു. അതായത് ഫസ്റ്റ് ഇനീഷ്യലി അത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ ഒരു നമ്മുടെ ഡൈപോൾ ഉണ്ടായിരുന്നത്. അത് കാരണം അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആണ്. u1 0 ആയിട്ട് എടുത്തു, u2 u ആയിട്ട് എടുത്തു. ഇനി θ2 എന്ന് പറയുന്നത് നമ്മൾ θ എന്ന് കൺസിഡർ ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്തായിരുന്നു, നമ്മളെ dw അതായത് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരുന്നു, u2 മൈനസ് u1 ആയിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് വർക്ക് ഡൺ എന്ത് കിട്ടി, dw ഈക്വൽ ടു u2 പകരം നമ്മൾ u എന്ന് കൊടുത്തു, u മൈനസ് 0. ഓക്കെ, ഇനി dw യുടെ വാല്യൂ ഒന്ന് നോക്കിയേ, ദാറ്റ് വാസ് എന്തായിരുന്നു, ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 implies എന്തായിരുന്നു, dw is equal to PE cos θ1 മൈനസ് കോസ് θ2 ആണ് അല്ലെ. θ1 π/2, θ2 എന്ന് പറയുന്നത് തീറ്റ തന്നെയാണ്. പിന്നെ dw എന്ന് പറയുന്നത് എന്തായിട്ട് കൺസിഡർ ചെയ്തു, ഈ u ആയിട്ട് കൺസിഡർ ചെയ്തു. സോ dw is equal to PE into cos θ1 എന്ന് പറയുന്നത് π/2 മൈനസ് കോസ് θ നമ്മൾ θ2 നെ തീറ്റ എന്ന് എടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് dw ഈക്വൽ ടു കോസ് π/2 എന്താണ്, 0 ആണ്. സോ ഇക്വേഷൻ വിൽ ബിക്കം മൈനസ് PE കോസ് θ. മൈനസ് PE കോസ് θ എന്ന് പറഞ്ഞാല് മൈനസ് P.E ആണ്. അപ്പോ ഇവിടുത്തെ വാല്യൂ എന്ത് വരും, എനർജിയുടെ വാല്യൂ, പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ u അല്ലെങ്കിൽ v എന്താണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ തൽക്കാലം നമ്മൾ u എന്ന് കൺസിഡർ ചെയ്യുന്നു. P.E അല്ലെങ്കിൽ u ഈക്വൽ ടു മൈനസ് PE കോസ് θ എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. നേരത്തെ ചെയ്ത പോലെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ ഒന്നും അല്ല. ജസ്റ്റ് u ഈക്വൽ ടു P.E അല്ലെങ്കിൽ u ഈക്വൽ ടു മൈനസ് PE കോസ് θ. ഇവിടുത്തെ സ്പെഷ്യൽ കേസസ് നോക്കാലോ. സ്പെഷ്യൽ കേസസ് എന്തൊക്കെയായിരിക്കും വരിക, എപ്പോഴായിരിക്കും ഇത് മിനിമം ആയിട്ട് വരിക, എപ്പോഴായിരിക്കും മാക്സിമം ആയിട്ട് വരിക. സ്പെഷ്യൽ കേസസ് എന്തൊക്കെയാണ്, θ ഈക്വൽ ടു 0 ഡിഗ്രി ആകാം, θ ഈക്വൽ ടു 90 ഡിഗ്രി ആകാം, θ ഈക്വൽ ടു 180 ഡിഗ്രി ആവാം.
അപ്പൊ PE എന്ത് വരും? എനർജി ഈക്വൽ ടു U is equal to minus PE cos 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് PE. ഇനി ഇവിടെ വരുന്ന സമയത്ത് U ഈക്വൽ ടു മൈനസ് PE cos 90, ദാറ്റ് ഈസ് U ഈക്വൽ ടു 0. ഇവിടെ വരുമ്പോഴോ U ഈക്വൽ ടു മൈനസ് PE cos 180. cos 180 എന്താണ്? -1 ആണ്. സോ ഇറ്റ് വിൽ ബി PE എന്ന് വരും. cos 180 ഈക്വൽ ടു -1, cos 90 ഈക്വൽ ടു 0, cos 0 ഈക്വൽ ടു 1. അപ്പൊ ഏതാണ് മിനിമം വാല്യൂ? ഇതാണ് മിനിമം. cos 0 ആവുമ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി എന്താവുന്നത്? മിനിമം ആവുന്നത്. എപ്പോഴാണ് മാക്സിമം ആവുന്നത്? 180 ആകുമ്പോൾ. ഓക്കെ, എപ്പോഴാണ് 0 ആകുന്നത്? 90 ഡിഗ്രിയിൽ ഇരിക്കുന്ന സമയത്ത്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഡൈപോള് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡൈപോള് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ദാറ്റ് ഇസ് മൈനസ് പി ഡോട്ട് ഇ അല്ലെങ്കിൽ മൈനസ് PE കോസ് തീറ്റ. അതിന്റെ സ്പെഷ്യൽ കേസസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. വാട്ട് ഈസ് ദി യൂസ് ഓഫ് എ കപ്പാസിറ്റർ? അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് പൊട്ടൻഷ്യലിന്റെ കേസ് ആയിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആയിരുന്നു. പൊട്ടൻഷ്യലിന്റെ കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ, ഒരു പോയിന്റിൽ ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഇസ് എന്തായിരുന്നു? V ഈക്വൽ ടു 1/4πε0 ചാർജ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡൈപോള് കൺസിഡർ ചെയ്തു. ഈ ഡൈപോള് കാരണം ഉണ്ടാകുന്ന ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഇസ് 1/4πε0 P കോസ് തീറ്റ ആയിരുന്നു. ഓക്കെ, അവിടെ അതിന്റെ ആ ഒരു പോയിന്റ് എവിടെയാണ്? അതിന്റെ ലെങ്തിന് ആ ഒരു ഡിസ്റ്റൻസിന് അത് ബാധിക്കുന്നില്ല, ആറിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡൈപോള് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നും കണ്ടു. ദാറ്റ് ഇസ് V ഈക്വൽ ടു മൈനസ് P ഡോട്ട് ഇ ആണെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ഇത്ര കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ എന്തിലേക്ക് പോവാണ്? കപ്പാസിറ്ററിന്റെ കേസിലേക്ക് പോവാണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ കപ്പാസിറ്റർ? ഒരു കപ്പാസിറ്ററിന്റെ യൂസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഒരു കപ്പാസിറ്ററിന്റെ യൂസ്? എന്തിനാണ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്? കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ടു ചാർജ് അല്ലെങ്കിൽ സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഈ ഒരു ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്ററിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇക്വേഷൻ എന്താണ്? C ഈക്വൽ ടു C ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ അപ്ലൈഡ് വോൾട്ടേജ്. അതാണ് ഇക്വേഷൻ. ഓക്കെ, പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടില്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ആണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾ മുന്നത്തെ നിങ്ങൾക്ക് മുന്നേ പഠിച്ചിട്ടുള്ളതായിരിക്കും. നമ്മളൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുത്തു കഴിഞ്ഞാലേ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ നിങ്ങൾ പഠിച്ചതല്ലേ? പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് പ്ലേറ്റ്, ഇതാണ് സെക്കൻഡ് പ്ലേറ്റ്. ഫസ്റ്റ് പ്ലേറ്റിൽ പ്ലസ് ചാർജസും സെക്കൻഡ് പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജസും ആണ് ഉള്ളത്. ഓക്കെ, ഇതിന് അക്കോർഡിംഗ് ആയിട്ട് ഇതിൽ എന്തുണ്ടായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ്സ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലസ് ചാർജ് നോക്കിക്കഴിഞ്ഞാല് പ്ലസ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് അതിന്റെ ആ ഒരു പ്ലസ് ചാർജിൽ നിന്നും ഔട്ട്വേർഡ്സ് ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് കാരണം അല്ലെങ്കിൽ പ്ലസ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഇനി നെഗറ്റീവ് ചാർജ് കാരണമാണെങ്കിൽ അതിന് ടുവാർഡ്സ് ആയിട്ടായിരിക്കും എന്ത് വരിക? നെഗറ്റീവ് ചാർജസ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഈ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ വരച്ച് കാണിച്ചു തരാം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് പാരലൽ പ്ലേറ്റ്സ് ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് പ്ലേറ്റ്, ഇതാണ് സെക്കൻഡ് പ്ലേറ്റ്. ഞാൻ നേരത്തെ വരച്ച സെയിം ഫിഗർ തന്നെയാണ് കേട്ടോ. അത് നേരത്തെ ഒന്ന് മാറ്റി വരയ്ക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇതിന് ഏരിയ എന്ന് പറയുന്നത് രണ്ടിന്റെയും എ ആണെന്ന് കൺസിഡർ ചെയ്തോ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് plates
എന്ന് പറയുന്നത് പ്ലേറ്റ്സ് ആണ്. ഡി എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെപ്പറേഷൻ ഓഫ് പ്ലേറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ +2 ചാർജസ് ആണ്, അതായത് ഇവിടെ പ്ലസ് ചാർജസ് വരുന്നു. ഇത് കാരണം ഇവിടെ -q, ഇവിടെ മൈനസ് ചാർജസ് വരുന്നു. ഓക്കെ, എപ്പോഴും നമുക്കറിയാവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ചാർജ് എടുത്താൽ പ്ലസ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും? അതിന്ന് ലൈക്ക് ഔട്ട്വേർഡ്സ് ആയിട്ടായിരിക്കും വരുന്നത്. ഇനി നെഗറ്റീവ് ചാർജസ് കാരണം ഉണ്ടാകുന്ന ചാർജസോ അതിന് ഇൻവേർഡ്സ് ആയിട്ടായിരിക്കും വരുന്നത്, അല്ലേ? ഓക്കെ, നെഗറ്റീവ് ചാർജസ് കാരണം ഉണ്ടാകുന്നത് ഞാൻ വേറെ കളറിൽ തന്നെ വരയ്ക്കാം. ഇത് നെഗറ്റീവ് ചാർജസ് കാരണം ഉണ്ടാകുന്നത്. ഓക്കെ, ഇപ്പുറത്തേക്ക് വരുമ്പോഴോ ഇത് ഇൻവേർഡ്സ് ആയിരിക്കും വരുന്നത്. ഇനി ഈ നെഗറ്റീവ് ചാർജസ് കാരണം ഇതിന്റെ ഇപ്പുറത്തുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി പോസിറ്റീവ് ചാർജസ് കാരണം ഉണ്ടാകുന്നത് ഇങ്ങോട്ടും. ഓക്കെ, ഇത് E പ്ലസ് electric field due to positive charge, electric field due to negative charge. ഓക്കെ, അപ്പോ ഇന്ന് നോക്കിയേ, ഈ ഒരു റീജിയൻസ് നോക്കട്ടാ. ഈ ഫസ്റ്റ് റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ റീജിയൻ നമ്പർ 1, ഈ ഫസ്റ്റ് റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് നോക്കിയാൽ പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ പൊസിഷനിലോ ഇതും അതുപോലെ തന്നെയാണ്. ഫസ്റ്റ് ചാർജ് കാരണം ഉണ്ടാകുന്നത് ലൈക്ക് പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്നത് ഒരു ഡയറക്ഷനിലും നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും. ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ 2 ഇൻ region 1 and 2 total electric field is equal to 0 ആണ്. ഓക്കെ, ഇനി തേർഡ് റീജിയൻ എടുക്കാം. ഇതാണ് നമ്മളെ തേർഡ് റീജിയൻ. അപ്പൊ ഇൻ റീജിയൻ 3 ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? E പ്ലസ് പ്ലസ് E മൈനസ് ആയിരിക്കും. ഈ പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനെയും നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനെയും സം ആയിരിക്കും. ഇനി എന്താണ് E പ്ലസും E മൈനസും? എന്താണ് E പ്ലസ് ഈക്വൽ ടു E മൈനസ് ഈക്വൽ ടു? ഇത് നമ്മൾ മുന്നത്തെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡിന്റെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്ത്? ഗോസ്സ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഒരു പാരലൽ പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ ഈ ഷീറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് വിച്ച് വാസ് സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 അല്ലേ? അപ്പൊ നമുക്ക് റീജിയൻ 3ൽ എന്ത് ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 പ്ലസ് സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 ആണ്, അല്ലേ? ഓക്കെ, അപ്പോ E is equal to സിഗ്മ ഡിവൈഡഡ് ബൈ ε0 എന്ന് കിട്ടും. ദിസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ദെൻ എന്തായിരിക്കും? ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ദാറ്റ് ഈസ് നമ്മളിപ്പോ പറഞ്ഞ സിഗ്മ ഡിവൈഡഡ് ബൈ ε0. കപ്പാസിറ്റർ ഈസ് E ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ ε0 എന്ന് കിട്ടും. ഓക്കെ, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് എഴുതാം, അല്ലെ? ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈക്വൽ ടു E ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ ε0. ഇനി നമുക്ക് എന്താ വേണ്ടത്? കപ്പാസിറ്റൻസ് ആണ് വേണ്ടത്, അല്ലേ? കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C ആണ്. ദാറ്റ് ഇസ് Q ഡിവൈഡഡ് ബൈ V. നേരത്തെ നമ്മൾ പഠിച്ചല്ലോ. ഇനി ഇവിടെ നമുക്ക് കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം. വി ഹാവ്, നമ്മളെ കയ്യിൽ എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മളെ കയ്യിലില്ലേ? അതായത് ഇപ്പൊ നമ്മൾ കണ്ടെത്തിയ ഇക്വേഷൻ അല്ലാതെ നമുക്ക് ഓൾറെഡി നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുള്ളത്, മുന്നത്തെ ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുള്ളത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ പാരലൽ പ്ലേറ്റ്സ് ആണ്. ബി ഡിവൈഡഡ് ബൈ ഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എന്തെടുക്കാം? വിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാലോ. ദാറ്റ് ഇസ് E ഇൻറ്റു ഡി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം? 3 എന്ന് പറയുന്നത് എന്തിൽ ഇംപ്ലൈസ് ചെയ്യാം? അതായത് നമ്മൾ നേരത്തെ കണ്ടില്ല ഈ ഇക്വേഷൻ നമുക്ക് ഈ 3ൽ എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കൂലേ? ഓക്കെ, അപ്പൊ 1 ഇൻ
സബ്സ്റ്റിറ്റ്യൂട്ട് 1 in 3. 1ൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ വിൽ ബിക്കം V is equal to ന്റെ പകരം എന്ത് വരും? സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി എന്ന് വരും അല്ലേ? ഇനി ഇത് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കപ്പാസിറ്ററിന്റെ വാല്യൂ എഴുതാം. കപ്പാസിറ്റൻസിന്റെ വാല്യൂ എഴുതാം. ദാറ്റ് വാസ് Q ഡിവൈഡഡ് ബൈ V ആയിരുന്നു. Qന്റെ പകരം നമ്മൾ എന്ത് എഴുതി? വിന്റെ പകരം നമ്മൾ എന്ത് എഴുതി? സിഗ്മ എപ്സിലോൺ 0. അപ്പൊ Q സിഗ്മ ഡി ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് എഴുതി അല്ലേ? ഓക്കെ, ഇനി നോക്കിയേ, സിഗ്മ എന്താ? സർഫേസ് ചാർജ് ഡെൻസിറ്റി ആണ് അല്ലെ? നമുക്കറിയാവുന്ന കേസാണ്. സിഗ്മ ഈക്വൽ ടു സിഗ്മ എന്ന് പറയുന്നത് സർഫേസ് ചാർജ് ഡെൻസിറ്റി Q ഡിവൈഡഡ് ബൈ എ ആണ്. അപ്പൊ നമുക്ക് Qനെ നമുക്ക് എന്ത് എഴുതാം? സിഗ്മ എ എന്ന് എഴുതിക്കൂടെ? അല്ലെങ്കിൽ സിഗ്മ അപ്പൊ നമുക്കിത് എന്ത് ചെയ്യാം? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? വിച്ച് വിൽ ബിക്കം Q ഡിവൈഡഡ് ബൈ സിഗ്മയുടെ പകരം നമ്മൾ എന്ത് എഴുതുന്നു? Q ഡിവൈഡഡ് ബൈ എ എന്ന് എഴുതുന്നു. ഡി ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ 0. Q കട്ടായി പോവല്ലോ. ബാക്കി നമുക്ക് കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്ത് കിട്ടി? കപ്പാസിറ്റൻസ് ഈക്വൽ ടു എന്ത് കിട്ടും? എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? എ എപ്സിലോൺ 0 ഇൻറ്റു ഡി. ഓക്കെ, അതായത് എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് അല്ലെങ്കിൽ ആ ഏരിയ ഓഫ് പ്ലേറ്റ്സ് ആണ്. ഡി എന്ന് പറയുന്നത് ആ പ്ലേറ്റ്സിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള എന്ത് സെപ്പറേഷൻ ആണ്. ഓക്കെ, ഇനി ഇതാണ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു. ഇൻ കേസ് നമ്മൾ എന്ത് ചെയ്യണേ? ഈ ഒരു കപ്പാസിറ്ററിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്തുണ്ടെന്ന് വിചാരിച്ചോ? ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ, ഇതൊരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിട്ട് മാറും? ഇതിന്റെ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആ ഒരു പെർമിറ്റിവിറ്റി മാറും. K ആയിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പൊ അവിടെ കപ്പാസിറ്റൻസ് എങ്ങനെ മാറും? കപ്പാസിറ്റൻസ് ഈക്വൽ ടു എ, നമുക്കിതിനെ എ ഡാഷ് എന്ന് എടുക്കാം. സി ഡാഷ് ഈക്വൽ ടു എ എപ്സിലോൺ ഡിവൈഡഡ് ബൈ ഡി എന്ന് വരും. എപ്സിലോൺ നമുക്ക് എങ്ങനെ എഴുതാം? എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ ഡിവൈഡഡ് ബൈ ഡി എന്ന് എഴുതാം അല്ലെ? അല്ലെങ്കിൽ എപ്സിലോൺ ആറും ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്താണ്? ഈക്വൽ ആണ്. സോ കപ്പാസിറ്റർ ക്യാൻ ബി എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി എന്താണ്? നമ്മൾ നേരത്തെ കണ്ട കപ്പാസിറ്റൻസ് ആയിരുന്നു, ഇൻറ്റു കെ എന്ന് എഴുതാം. ഓക്കെ, ഇതെന്താ പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞുതരാട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇതിവിടെ പ്ലസ് ക്യൂ, ഇവിടെ മൈനസ് ക്യൂ, ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ പ്ലേസ് ചെയ്തു. ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കപ്പാസിറ്റൻസിൽ ഒരു ചേഞ്ച് വരും. അപ്പൊ ഇതിന്റെ കപ്പാസിറ്റൻസ് എന്തായിട്ട് മാറും? ഈ ഇതിന്റെ നേരത്തെ നമ്മൾ സിഗ്മ 0 അല്ലെങ്കിൽ എപ്സിലോൺ 0 കൺസിഡർ ചെയ്ത് എന്തിന്റെ കേസിലായിരുന്നു? ഈ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വാക്യൂം ആണ് ഉള്ളത് എന്നുള്ള കേസിലായിരുന്നു എപ്സിലോൺ 0 കൺസിഡർ ചെയ്തത്. പക്ഷെ നമ്മളൊരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ പ്ലേസ് ചെയ്യുമ്പോൾ അത് ആ പെർമിറ്റിവിറ്റി എപ്സിലോൺ 0 അല്ല വരിക, പെർമിറ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ എപ്സിലോൺ ആണ് വരിക. ഇനി എപ്സിലോൺ നമുക്ക് എങ്ങനെ എഴുതാം? എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് എഴുതാം. കാരണം എന്താണ്? എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൽ ഇത്രയും ടേംസ് നോക്കിയേ. എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ട ടേം ആണ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ പ്ലേസ് ചെയ്ത് കൊടുത്താൽ ഉണ്ടാകുന്ന കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഇല്ലാത്ത കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ വാക്യൂം ആയിട്ടുള്ള കപ്പാസിറ്റൻസ് ഇൻറ്റു ആ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയലിലെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇതാണ് കേസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഇൻ ടേംസ് ഓഫ് ചാർജ് ആൻഡ് കപ്പാസിറ്റി. ചാർജിന്റെയും കപ്പാസിറ്റിന്റെയും ടേംസിൽ ഒരു ഡയലക്ട്രിക് അല്ലെങ്കിൽ ഒരു കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഇക്വേഷൻ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്താണ്? റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഇൻ ടേംസ് ഓഫ് ചാർജ് ആൻഡ് കപ്പാസിറ്റി. ഓക്കെ, അപ്പൊ നോക്കിക്കോ. അതിനു വേണ്ടിയിട്ടേ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കപ്പാസിറ്റർ കൺസിഡർ ചെയ്യാണ്. ഈ കപ്പാസിറ്ററിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തിട്ടുള്ള വോൾട്ടേജ് വി ആണെന്ന് നമുക്ക് വെക്കാം. ഓക്കെ, വി എന്ന് പറയുന്ന ഒരു വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വി എന്ന് പറയുന്ന വോൾട്ടേജ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കപ്പാസിറ്ററിന് ചാർജ് ഒന്നുമില്ല, ചാർജ് 0 ആണ്. ഇനി ഈ ചാർജ് നമുക്ക് ഇൻക്രീസ് ചെയ്യണം. അതായത് 0യിൽ നിന്ന് DQ എന്ന് പറയുന്ന ഒരു ചാർജിലേക്ക് നമ്മൾ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വർക്ക് ചെയ്യണം അല്ലെ. ആ ഒരു വർക്കാണ് എന്താവുന്നത്, ഈ ഒരു കപ്പാസിറ്ററിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. എന്താ പറഞ്ഞത്, നമ്മള് ആദ്യം ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. 0യിൽ നിന്ന് DQ എന്ന് പറയുന്ന ചാർജിലേക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ചാർജിലേക്ക് നമുക്ക് ആ ഒരു ചാർജിനെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, ഇതിനെ ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇതിന്റെ എനർജി എന്ന് പറയുന്നത്. ഒരു കപ്പാസിറ്ററിന്റെ കേസിൽ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ എനർജി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കിക്കോട്ടാ. Now work done to increase the charge by an amount dq is given by. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഇതാണ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞല്ലോ. ഇനി ഇതിനെ നമ്മൾ ഈ ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്ക്, അതാണ് നമ്മുടെ എന്ത്, പൊട്ടൻഷ്യൽ. അപ്പൊ ആ ഒരു ചാർജിനെ ഞാൻ dw എന്ന് എടുക്കുന്നു. അതെന്ന് പറയുന്നത് അവിടുത്തെ വോൾട്ടേജ് ഇൻറ്റു നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന ചാർജ് dq ആണ്. ഓക്കെ, dq എമൗണ്ടിലേക്ക് ഇപ്പൊ dw is the work done to charge the capacitor from 0 to dq. 0 എന്ന് പറയുന്ന ചാർജിൽ നിന്ന് DQ എന്ന് പറയുന്ന ചാർജിലേക്ക് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത വർക്കാണ് എന്ത്, dw equal to v into dq. ഓക്കെ, then ടോട്ടൽ വർക്ക് ഡൺ അപ്പൊ എന്തായിരിക്കും, ടോട്ടൽ വർക്ക് ഡൺ ഈക്വൽ ടു നമുക്ക് ക്യാപിറ്റൽ W എന്ന് എടുക്കാം. അതായിരിക്കുമല്ലോ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി. അതെന്ന് പറയുന്നത് എന്തായിരിക്കും, dwന്റെ ഇന്റഗ്രൽ ആയിരിക്കും. ഫ്രം എവിടുന്ന്, 0 മുതൽ Q എന്ന് പറയുന്ന ഒരു ചാർജ് വരെ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ചാർജ് ചെയ്യണമെങ്കിൽ ഉണ്ടാകുന്ന വർക്ക് ഡൺ. ഓക്കെ, സോ W equal to 0 to Q V dQ. വിനെ നമുക്ക് എന്ത് ചെയ്യാം, അത് നേരത്തെ നമ്മളൊരു ഇക്വേഷൻ എഴുതിയിരുന്നല്ലോ. എന്തായിരുന്നു ഇക്വേഷൻ, നമ്മളെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എഴുതിയിരുന്നു, P equal to Q divided by V. ഓക്കെ, അപ്പൊ നമുക്ക് വിനെ എങ്ങനെ എഴുതാം, Q into C എന്ന് എഴുതാലോ അല്ലേ. ഇനി ഇവിടുത്തെ കേസിലാണെങ്കിൽ ഇറ്റ് വിൽ ബി സ്മോൾ യു തെറ്റിപ്പോയി, സോറി. ഓക്കെ, V equal to Q divided by C ആണ് കേട്ടാ. നമ്മൾ ഇവിടുത്തെ കേസിൽ എടുക്കുന്ന സമയത്ത് V equal to small q divided by C. സ്മോൾ Q ആണെങ്കിലും ക്യാപിറ്റൽ Q ആണെങ്കിലും ടോട്ടൽ ചാർജ് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഇവിടുത്തെ കേസിൽ നമ്മൾ DQ എടുക്കുന്ന അതിന്റെ റെസ്പെക്ട് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് സ്മോൾ Q എടുക്കുന്നത്. ഓക്കെ, അപ്പോ ഇറ്റ് വിൽ ബി 0 to Q. വിന്റെ ഇക്വേഷൻ എന്ത് വന്നു, Q divided by C into DQ എന്ന് വരും. 1 by C നെ നമുക്ക് കോമൺ ആക്കി എടുക്കാം. അതായത് അത് കോൺസ്റ്റന്റ് ആണ്. 0 to Q Q dQ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. വർക്ക് ഡൺ ഈക്വൽ ടു 1 by C. ഇനി Qന്റെ ഇന്റഗ്രൽ എന്ത് വരും, Q² divided by 2 ആണ്. ലിമിറ്റ് എന്താണ്, ഫ്രം 0 to Q. ഇക്വേഷൻ എന്ത് വരും, 1 by C Q² divided by 2 മൈനസ് 0 എന്ന് വരും അല്ലേ. അപ്പൊ W എന്തായിട്ട് മാറി, സോ വർക്ക് ഡൺ ഈക്വൽ ടു 1 by 2 C Q² divided by 2C. ഓക്കെ, ഇതാണ് ഇവിടുത്തെ
potential energy. This work is stored as potential energy. Potential energy ne ഞാൻ എന്ത് ചെയ്യുന്നു u എന്ന് എടുക്കുന്നു, which is equal to q square divided by 2c. ഇതാണ് ചാർജിന്റെയും കപ്പാസിറ്റിന്റെയും ടേംസിലുള്ള എന്തിന്റെ ഇക്വേഷൻ, എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതിനെന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് വേറെ ടേംസിൽ എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു, u is equal to q square divided by 2c ആണ് അല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് നമുക്ക് c equal to q divided by v എന്നറിയാലോ അല്ലേ. അത് ഞാനൊന്ന് ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സ്മോൾ q അല്ല, q ഈക്വൽ ടു സി വി ആണ്. q സ്ക്വയർ എന്തായിരിക്കും, c സ്ക്വയർ v സ്ക്വയർ അല്ലേ. അപ്പൊ നമുക്ക് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താല് c സ്ക്വയർ v സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c എന്ന് കിട്ടും. c കട്ടില്ല, c ആൻഡ് c കട്ടായിട്ട് പോകും. ഫൈനൽ ഇക്വേഷൻ എന്താകും, ഫൈനൽ ഇക്വേഷൻ will become u equal to 1/2 cv square. അപ്പൊ ഇതും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോട്ടോ. ഇൻ കേസ് നിങ്ങളോട് ഇപ്പൊ ചോദിച്ചിട്ട്, ഇപ്പൊ നമ്മൾ തന്ന ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ചാർജിന്റെയും കപ്പാസിറ്റിന്റെയും ടേംസിൽ തന്നെയാണ്. പക്ഷെ ഇത് എന്തിനാണ്, കപ്പാസിറ്റിന്റെയും വോൾട്ടേജിന്റെയും ടേംസിൽ കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യലിന്റെയും ടേമിൽ കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇൻ കേസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഫോർ കപ്പാസിറ്റേഴ്സ് series and parallel connections are possible. അല്ലെ, obtain an expression for effective capacities in two cases. നമ്മളൊരു കപ്പാസിറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീരീസ് കണക്ഷനും ചെയ്യാൻ പറ്റും, പാരലൽ കണക്ഷനും ചെയ്യാൻ പറ്റും. ഈ സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷനിലെയും കപ്പാസിറ്റീസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, മാറ്റം ഉണ്ടെങ്കിൽ അതിന്റെ ടേംസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 3 കപ്പാസിറ്റേഴ്സ് കൺസിഡർ ചെയ്യുകയാണ്. C1, C2 ആൻഡ് C3 എന്ന് പറഞ്ഞ 3 കപ്പാസിറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നു. ഒരു വോൾട്ടേജ് V എന്ന് പറയുന്ന വോൾട്ടേജിലേക്ക് അത് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സീരീസ് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സീരീസ് കണക്ഷനിൽ the charge stored in each of the capacitor is same but the voltage across them are different. അതായത് നമ്മളിപ്പോ ഇവിടെ കണ്ടല്ലോ, ഇതിൽ നോക്കിക്കോട്ടാ. അപ്പൊ ഓരോ കേസായിട്ട് പറയാം. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വോൾട്ടേജ് ഒരു പൊട്ടൻഷ്യൽ എന്ത് ചെയ്തിട്ടുണ്ട്, 3 കപ്പാസിറ്ററിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് അക്രോസ് ആയിട്ട് ഈ ഒരു വോൾട്ടേജ് കാരണം ഈ ഒരു കപ്പാസിറ്ററിൽ ചാർജസ് ഇൻഡ്യൂസ് ആകും അല്ലെ. ഇൻഡ്യൂസ് ആകുന്ന ചാർജസ് ഇപ്പൊ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ടെർമിനലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ C1 എന്ന് പറയുന്ന ചാർജിന്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അത് കാരണം ഇവിടെ ഒരു +q ചാർജ് ഇൻഡ്യൂസ് ആയി. ഈ +q ചാർജ് ഇൻഡ്യൂസ് ആയത് കാരണം ഇതിന്റെ ഇപ്പുറത്തെ സൈഡിലെ അപ്പുറത്തെ പ്ലേറ്റിൽ ഒരു -q ചാർജസ് ഇൻഡ്യൂസ് ആവും അല്ലെ. അത് നമുക്ക് അറിയാവുന്ന കേസാണ്. ഇനി ഇത് നോക്കിയേ, ഈ ഒരു കപ്പാസിറ്ററിന്റെ ഈ ഒരു ഹാൻഡും ഈ ഒരു കപ്പാസിറ്ററിന്റെ ഈ ഒരു ഹാൻഡും എന്താണ്, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരു -q ചാർജ് ഇൻഡ്യൂസ് ആയി കഴിഞ്ഞാൽ ഐസൊലേറ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഒരു +q ചാർജ് ഇൻഡ്യൂസ് ആകണം. എന്നാൽ മാത്രമേ ആ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ചാർജ് ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ -q ചാർജ് വന്നാൽ റെസ്പെക്റ്റീവ്ലി എന്ത് സംഭവിക്കും, ഇവിടെ +q ചാർജ് ഇൻഡ്യൂസ് ആകും. ഇവിടെ +q ചാർജ് ഇൻഡ്യൂസ് ആയ ഇവിടെ -q ഇൻഡ്യൂസ് ആകും. അതേപോലെ തന്നെ ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. ഇവിടെ -q വന്നാൽ ഇവിടെ +q ഇൻഡ്യൂസ് ആകുന്നു. പിന്നെ ഇതിന്റെ ഇപ്പുറത്തെ പോർഷൻ കണക്ട് ചെയ്തിട്ടുള്ളത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവിടെ -q. അതായത് ഇവിടെ ഉണ്ടാകുന്ന ചാർജസ് ഒക്കെ സെയിം ആണ്. എല്ലാത്തിന്റെയും ചാർജസ് എന്ന് പറയുന്നത് ഇതിൽ q ആണ്, ഇതിൽ q ആണ്, ഇതിൽ q ആണ്. എല്ലാത്തിന്റെയും ചാർജ് സെയിം ആണ്. പക്ഷെ എന്ത് ഡിഫറെന്റ് ആണ്, വോൾട്ടേജ് ഡിഫറെന്റ് ആണ്. നമുക്കറിയാലോ, ഒരു സീരീസ് കണക്ഷൻ എടുത്താൽ അതിന്റെ ഓരോരോ ലൈക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചല്ലേ, നമ്മളൊരു സീരീസ് കണക്ഷൻ എടുത്താൽ വോൾട്ടേജസ് എന്തായിരിക്കും, എല്ലാത്തിന്റെയും വോൾട്ടേജസ് ഡിഫറെന്റ് ആയിരിക്കും, കറണ്ട് സെയിം ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഓരോരോ കപ്പാസിറ്ററിലൂടെയും പോകുന്ന വോൾട്ടേജസിന്റെ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. ഒന്ന് V1 + V2 + V3 ആയിരിക്കും. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് എന്തായിരിക്കും, ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് V is equal to V1 + V2 + V3 ആയിരിക്കും അല്ലേ. ഇനി നമുക്കറിയാലോ C equal to Q/V ആണ്. അങ്ങനെയാണെങ്കിൽ V equal to
Q/C എന്ന് എഴുതാം. ഓക്കെ, ഓക്കെ. ദെൻ അപ്പൊ നമ്മൾ ഇതിലേക്ക് എഴുതുന്ന സമയത്തോ ചാർജ് എല്ലാത്തിന്റെയും സെയിം അല്ലേ? Q ഡിവൈഡഡ് ബൈ നമ്മൾ സീനെ ഞാൻ എല്ലാത്തിനെയും കൂടെ C ഇക്വാലന്റ് എന്ന് എഴുതാൻ കേട്ടോ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഈ ഒരു കേസ് കണ്ടോ, ഇതിലിപ്പോ 3 കപ്പാസിറ്ററിന്റെ പകരം അവിടെ ഒരൊറ്റ കപ്പാസിറ്റർ ആണ് ഇൻ കേസ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്നുള്ള ഇതിനാണ് C ഇക്വാലന്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. അതാണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, അപ്പൊ ദെൻ ഇറ്റ് വിൽ ബി Q ഡിവൈഡഡ് ബൈ V1 പ്ലസ് അല്ലെങ്കിൽ C1 പ്ലസ് Q ഡിവൈഡഡ് ബൈ C2 പ്ലസ് Q ഡിവൈഡഡ് ബൈ C3. ഓക്കെ, Qനെ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് എടുക്കാം. Q ഇൻറ്റു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3. ഇക്വേഷൻ ഫൈനൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? നമുക്ക് എന്ത് എഴുതാം, ഒരു സീരീസ് കണക്ഷനിലെ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3ക്ക് ഈക്വൽ ആണ്. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതാണ് നമുക്ക് എന്ത് കിട്ടി, സീരീസ് കണക്ഷൻ കിട്ടി. 1 ബൈ C ഇക്വാലന്റ് ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3. ഇനി പാരലൽ കണക്ഷനിലേക്ക് പോയാലോ? പാരലൽ കണക്ഷനിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ C1 C2 C3 കണക്ഷൻസ് പാരലൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പാരലൽ സർക്യൂട്ടിലാണെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും, ചാർജസ് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. കാരണം നോക്കിയേ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ നോക്കിക്കോട്ടാ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ചാർജ് എന്താ കൊടുക്കുന്നു അല്ലെ, ഇവിടെ Q ചാർജ് ആണ് ഇവിടെ ഇൻഡ്യൂസ് നമ്മൾ ഇവിടെ എത്തുന്നെങ്കിൽ ഇതിൽ ഓരോന്ന് Q1 Q2 Q3 അതായത് എല്ലാത്തിനെയും ഡിഫറെന്റ് ചാർജസ് ആയിരിക്കും വരുന്നത്. പക്ഷെ ഇതിന്റെ വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഇവിടെ ഒരു Q എന്ന് പറയുന്ന ചാർജ് ആണ് ഇൻഡ്യൂസ് ആകുന്നതെങ്കിൽ അതിലെ Q1 Q2 Q3 എന്ന് പറയുന്നത് മൂന്ന് ഡിഫറെന്റ് ചാർജസ് ആയിരിക്കും വരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞപ്പോ എന്തായിരുന്നു സം ചെയ്തത്, നമ്മളെ വോൾട്ടേജ് ആയിരുന്നു സം ചെയ്തത്. ഇവിടെ പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, കറണ്ട് വോൾട്ടേജ് നമ്മുടെ ചാർജ് ആണ് സം ചെയ്തത്. അതായത് Q ടോട്ടൽ ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3. ഓക്കെ, ഇനി എന്തായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ C ഈക്വൽ ടു Q ബൈ V ആണ്. അപ്പൊ Qനെ നമുക്ക് എന്ത് എഴുതാം, CV എന്ന് എഴുതാം. അപ്പൊ അതിൽ എന്തായിരിക്കും വരിക, C ഇൻറ്റു കപ്പാസിറ്റൻസ് ഇക്വാലന്റ് അല്ല, വോൾട്ടേജ് പക്ഷെ എല്ലാത്തിലും സെയിം ആണ്. C1 V പ്ലസ് C2 V പ്ലസ് C3 V ആയിരിക്കും. സോ നമുക്ക് എങ്ങനെ എഴുതാം, വിനെ കോമൺ ആക്കി എടുക്കാം, C1 പ്ലസ് C2 പ്ലസ് C3. V കട്ടായി പോവല്ലോ, V കട്ടായി പോയാൽ ബാക്കി എന്ത് വരും, C ഇക്വാലന്റ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. അപ്പൊ മനസ്സിലായോ, രണ്ട് കേസിലും മനസ്സിലായോ? സീരീസ് കണക്ഷൻ ആയിരിക്കുന്ന സമയത്ത് ഇക്വാലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, 1 ബൈ C ഇക്വാലന്റ് ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3. ഇനി പാരലൽ കണക്ഷൻ ആയിരിക്കുന്ന സമയത്ത് ഇക്വാലന്റ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, ഫസ്റ്റ് നമ്മൾ പൊട്ടൻഷ്യലിൽ സ്റ്റാർട്ട് ചെയ്തല്ലേ, പൊട്ടൻഷ്യൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന്റെ മെഷർ കണ്ടു, അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്തു, ഡിറൈവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ഡൈപോൾ കാരണമാകുന്ന പൊട്ടൻഷ്യൽ ഡിറൈവ് ചെയ്തു. അതായിരുന്നു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ. സ്റ്റിൽ നിങ്ങളൊന്ന് ചെയ്തു പോയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു ഡൈപോൾ തന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്താന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കപ്പാസിറ്ററിലേക്ക് പോയി. കപ്പാസിറ്ററിൽ എന്തൊക്കെയാ കണ്ടത്, കപ്പാസിറ്റിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു, എനർജിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ലാസ്റ്റ് ഫൈനലി സീരീസ് പാരലൽ കണക്ഷനിൽ ഇക്വലന്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റി എങ്ങനെ വരുന്നത് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ്. എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് തന്നെ പഠിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ഈ നോട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിറ്റി പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ആയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് തന്നെ എക്സാം എഴുതാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ദെൻ ബൈ, സീ യു സൂൺ. താങ്ക് യു.